കഴിയുമ്പോൾ അവർക്ക് ഷൂ ലേസ് ഉള്ള ഷൂ ആണെങ്കിൽ അത് കെട്ടാൻ അവർ പഠിക്കണം. അതുപോലെ തന്നെ വെൽക്രോ ആ ഷൂ ആണ് ഇപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, കുട്ടികൾ ഭയങ്കരമായിട്ട് അത് പിടിച്ചങ്ങ് വലിക്കും. ഞാൻ പറഞ്ഞവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ടാസ്കും ചെയ്യുന്നത്. ഈ വെൽക്രോ പെട്ടെന്ന് നാശാകാനുള്ള ചാൻസ് ഉണ്ട്. വെൽക്രോ എങ്ങനെ ഓപ്പൺ ചെയ്യണം, എങ്ങനെ ക്ലോസ് ചെയ്യണം, ഈവൻ നമ്മളും പലപ്പോഴും ധൃതി പിടിച്ച് വെൽക്രോ നമ്മുടെ പേഴ്സില് ബാഗിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് പോകാറുണ്ട്, വിട്ടുപോകും അല്ലെ, അതിന്റെ ആ സ്റ്റിച്ച് വിട്ടുപോകും. വെൽക്രോ വരുന്ന ഫ്രെയിമാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് അതിന്റെ ഫ്രെയിം ഇല്ല, ജസ്റ്റ് ഇതിലൂടെ ഒരു വുഡൻ ഫ്രെയിമും കൂടെ വരും കേട്ടോ. ജസ്റ്റ് ലൈക്ക് ഡ്രസ്സിംഗ് ഫ്രെയിംസിലെ ബട്ടണിങ് ഫ്രെയിം ആണിത്. ഇതുപോലെ ഒരു വുഡൻ ഫ്രെയിം വരും, കാരണം അപ്പോഴാണ് കുറച്ചുകൂടെ അത് സെക്യൂർ ആയിട്ടും കുറച്ചൊന്ന് സ്റ്റിഫ് ആയിട്ടും ഇരിക്കുക. ഫ്ലെക്സിബിളും ആയിരിക്കണം, അതുപോലെ ഇത് സെക്യൂർ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രെയിം വരുന്നത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫ്രെയിം ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാർഡ് ബോർഡിൽ സൈഡ് മാത്രം ഒട്ടിച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഈ വരുന്ന ഭാഗം അത് സ്റ്റിക്ക് ചെയ്യാതെ വെക്കുവാണെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ഫ്രെയിമിന്റെ ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. കാരണം ഒരു കാർഡ്ബോർഡ് പീസ് ആകുമ്പോൾ അത് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ടേബിളിൽ നല്ല രീതിയിൽ ഇരിക്കും. അതേസമയം അല്ലാതെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൽ നമുക്ക് സെക്യൂർ ആയിട്ട് വെക്കാം, എവിടെയെങ്കിലും നമുക്ക് ഹാങ് ചെയ്തിടാം. കുറച്ച് എന്തെങ്കിലും ഒരു കൊളുത്ത് പോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട്, വാളിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് കുട്ടികൾക്ക് നേരിട്ട് ചെന്ന് ഇങ്ങനെ അത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ടേബിൾ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു അവർക്ക് ഇരുന്നിട്ടൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് വെൽക്രോ അതിന്റെ ഫ്രെയിം ആണ് ചെയ്യുന്നത്. കാണാൻ പറ്റുമല്ലോ അല്ലെ, ഞാനിങ്ങനെ പ്ലേസ് ചെയ്താ നമുക്കറിയാം രണ്ട് പോർഷൻസ് ആണ് വെൽക്രോ. ഇപ്പൊ ഏത് ഓപ്പൺ ക്ലോസ് ആയിട്ടുള്ള ഏതൊരു ആക്സസറീസിനും രണ്ട് പോർഷൻസ് ഉണ്ടാകും. വെൽക്രോയിൽ ശരിക്കും സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശയല്ല, അതിന്റെ ഒരു ടെക്സ്ചർ ആണ് ശരിക്കും അത് സ്റ്റിക്ക് ആവുന്നത്. നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും യൂസ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് ഞാൻ ഇപ്പൊ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിച്ചാണ്. ഈ താഴത്തെ വെൽക്രോയുടെ പോർഷന്റെ ടിപ്പ് കാണുന്നവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡിലെ ഈ രണ്ട് ഫിംഗേഴ്സ്, നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും തമ്പ് ബാക്കിലും ഇൻഡെക്സ് ഫിംഗർ മുകളിലും ആകുന്ന രീതിയിൽ വെച്ചിട്ട് ഈ മുകളിലെ ഭാഗം, അതായത് ഈ ക്ലോത്തിന്റെ ഇതേ മറ്റേ ഹാൻഡിൽ നമ്മൾ തമ്പും ഇൻഡെക്സ് ഫിംഗർ എടുത്ത പോലെ തന്നെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം വേണം അതിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട്. കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ കയ്യിലെടുത്ത് വെച്ചേക്കണേ, നമ്മൾ മാറ്റിൽ തന്നെ വെക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ രണ്ട് സൈഡും സെക്യൂർ ആയിട്ടിരിക്കും, ആ സ്റ്റിച്ചിൽ നിന്ന് വിട്ടുപോകില്ല. അതുപോലെ ചെയ്യുമ്പോഴും ഈ എഡ്ജ് നോക്കി ഈ എഡ്ജ് അവിടെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഇതിനെ ക്ലോസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അറിയായിരിക്കും, കാരണം നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാഗില് പേഴ്സില് ഒക്കെ ഇത് വരാറുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ അങ്ങനെയെല്ലാം ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അതാണ് ഈ ഫ്രെയിമിന്റെ ഉദ്ദേശം. അവരുടെ ഷൂവിൽ വരും, സംടൈംസ് അവരുടെ ബാഗിൽ കാണാം ചിലപ്പോ അല്ലെ. അത് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ഡെമോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് ഫോളോ ചെയ്യും, അവർക്ക് ഇഷ്ടമായിരിക്കും. അതിന്റെ ഒരു ചെറിയൊരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഒരു കിരികിരി ഒരു ശബ്ദം കൂടി ഉണ്ട്. വെൽക്രോ ഫ്രഷ് ആണെങ്കിൽ കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ, അത് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ബട്ടണിങ് ഫ്രെയിം ആണ്. ബട്ടണിങ് ഫ്രെയിമിൽ ഇതിലിപ്പോ വുഡൻ ബട്ടൺ ആണ് കേട്ടോ. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് യൂസ് ചെയ്യേണ്ടതുകൊണ്ട് കോട്ടൺ ക്ലോത്തും വുഡൻ ബട്ടണും നല്ല വുഡിന്റെ തന്നെ ഫ്രെയിം ആണ്. ഓക്കെ, നമ്മളുടെ ഒരു ഡ്രസ്സിങ് കൾച്ചർ അനുസരിച്ച് നമുക്ക് ബട്ടൺ ഉണ്ടാകും, പ്രസ് ബട്ടൺ ഉണ്ടാകും അല്ലെ. അപ്പൊ അത് പിന്നെ പെൺകുട്ടികൾക്ക് നമ്മൾ ചെറിയ ബ്ലൗസ് ഒക്കെ തയ്ക്കുമ്പോൾ ഹുക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മുടെ ഡ്രസ് കൾച്ചർ അനുസരിച്ചുള്ള അതിന്റെ ക്ലോഷർ ആക്സസറീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാം കേട്ടോ. കാരണം ഇതിപ്പോ യൂറോപ്യൻ സ്റ്റൈലിലുള്ളതാണ് കൂടുതലും, അവിടെ ഫൗണ്ടർ അവിടെ നിന്നാണല്ലോ. ഡ്രസ്സിംഗ് ഫ്രെയിംസ് എല്ലാം ആ ഒരു രീതിയിലാണ്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ നോർമൽ ബട്ടണും പ്രസ് ബട്ടണും ഹുക്സ് തന്നെ ക്ലോസ് ചെയ്യുന്ന ഭാഗം രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് ബ്ലൗസ്. അപ്പൊ അങ്ങനെയും എല്ലാം നമുക്ക് അതും പ്രാക്ടീസ് ചെയ്യിക്കാം. ഓക്കെ, സോ ഇതും നമ്മൾ രണ്ട് ഹാൻഡും യൂസ് ചെയ്യും. ഒരു ഫിംഗർ താഴത്തെ ഈ ക്ലോത്തിൽ ഈ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതുകൊണ്ട് പതുക്കെ, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ മൂവ് ചെയ്യും, ക്ലോത്ത് അല്ലേ, ഫ്ലെക്സിബിൾ ആണ്. പതുക്കെ നമ്മൾ ഇതിന്ന് ഈ ബട്ടൺ ഇങ്ങനെ എടുക്കും. അങ്ങനെ ഓപ്പൺ ചെയ്ത് മൂന്നും ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അവരത് ഇടുകയും ചെയ്യും. അപ്പൊ ഈ ഒരു
ഹോളിനകത്തേക്ക് ഇത് ശരിക്കും പോകുന്ന രീതിയിൽ തന്നെ വെക്കണം. ഇപ്പൊ വലിയ ബട്ടൺ ആയതുകൊണ്ട് ഈസിയാണ്, ചെറിയ ബട്ടൺ ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കുട്ടിക്ക് തുറക്കാൻ എളുപ്പമുണ്ട്, ഇത് ഇടാൻ പ്രശ്നം എന്ന് ചിലര് പറയുന്നു, ചിലര് പറയുന്നു ഇടാൻ എളുപ്പമുണ്ട് പക്ഷെ അത് ഓപ്പൺ ആക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എനിവേ അവർ എൻജോയ് ചെയ്യും ആ ഒരു ആക്ടിവിറ്റി. നെക്സ്റ്റ് സിബ്. എപ്പോഴും നമുക്ക് കേടാകുന്ന ഒരു സാധനവും കൂടിയാണ് സിബ്. സിബിന്റെ ആ ഒരു മൂവ്മെന്റ് തന്നെയാണ് അതിന്റെ ഒരു പ്രശ്നം. കാരണം വലിക്കും, വല്ലാതെ വലിക്കുമ്പോഴേക്കും പിന്നെ അതുപോലെയല്ല ചില ക്ലോത്തിന്റെ ഒക്കെ ഈ എന്താ പറയാ നൂലൊക്കെ ഇങ്ങനെ ഇതായിട്ടിരുന്നത് സിബിനകത്തേക്ക് എങ്ങാനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അതിൽ ഉടക്കി അത് പിന്നെ അങ്ങനെയും നാശാകാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഞാൻ നെൽകൃഷിനെ കാണിക്കാം. സിബിന്റെ ഈ ഒരു നമ്മൾ ഓപ്പൺ ആക്കി എടുക്കുന്ന ആ ഭാഗമില്ലേ, നമ്മള് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പിടിച്ച് പതുക്കെ അവരുടെ ഈ 2 ഫിംഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, പതുക്കെ താഴേക്ക് പിന്നെ വീണ്ടും ക്ലോസ് ചെയ്യാം. ഇതിപ്പം ബോത്ത് സൈഡ്സ് ക്ലോസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഡ്രസ്സിന് അങ്ങനെ സാധാരണയല്ലല്ലോ അല്ലെ, മുകളിൽ ചിലപ്പോൾ ഒരു ഹുക്കൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഡ്രസ്സ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. വീണ്ടും പിന്നെ ബാഗിൽ ഇതുപോലെ തന്നെ ബോത്ത് സൈഡ്സ് ക്ലോസ്ഡ് ആയിരിക്കും. ബാഗിലും സിബ് യൂസ് ചെയ്യാറുണ്ടല്ലോ, ബോത്ത് സൈഡ്സ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ ഫൈൻ, മനസ്സിലായെന്ന് വിചാരിക്കണു. നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് യൂസ് ചെയ്യാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ഒന്ന് കട്ട് ചെയ്തിട്ട് സിബും ബട്ടണൊക്കെ ഉള്ള ഭാഗമാണെങ്കിൽ അവിടേക്ക് ഒന്ന് ഭംഗിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു ഫ്രെയിംസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഷൂ ലേസ്. മിക്ക ഷൂവും വെൽക്രോ ആണ് കുട്ടികൾക്കുള്ളതിൽ കൂടുതൽ വരുന്നത്. അപ്പൊ പിന്നെ ലേസിന്റെ ഒരു പ്രശ്നം വരില്ല. പിന്നെ പെൺകുട്ടികൾ മറ്റേ പാം ഷൂ പോലത്തെ യൂസ് ചെയ്യും, ഇങ്ങനെ ലേസും വെൽക്രോ ഒന്നും ഇല്ലാത്തത്. എന്നാലും ലേസ് ഉള്ളത് പ്രത്യേകിച്ചും പ്രൊഫഷൻ ഒരു ചില പ്രൊഫഷനിലേക്കൊക്കെ പോകുമ്പോൾ ആർമിയിൽ പോലീസിലൊക്കെ ലേസ് ഉള്ള ഷൂ ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു അഡൾട്ട് ആകുമ്പോൾ ഷൂ മര്യാദയ്ക്ക് ലേസ് ശരിക്കും ഓപ്പൺ ആക്കാനും അത് നോട്ട് ശരിക്കും ഇടാനും, ബട്ടർഫ്ലൈ ടൈപ്പ് നോട്ട് ഇടുമല്ലോ, ആ നോട്ട് ഇടാനും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും മോശമാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ അവരെ അത് നമ്മൾ പഠിപ്പിക്കും. ഇത് എല്ലാരും ചെയ്ത് അതിന്റെ ആ ഒരു ലെവലേ മാറിയിരിക്കുക. ഓക്കെ, നല്ല ഇതായിട്ട് ഇരിക്കും കേട്ടോ. വലിച്ചു വെച്ചേക്കണ കാരണം നല്ല ബുദ്ധിമുട്ട്. ബാക്ക് നല്ല ക്രോസ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ ലേസ് കെട്ടി വരുമ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ആ ക്രോസ് ശരിക്കും വരും. താഴെ പോർഷനിൽ 2 ഹോൾസ് ഉണ്ട്. അതിൽ നിന്നും ഇത് ചിലപ്പോൾ ഊരിയെടുക്കും, അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഉണ്ടാവും. കാരണം ഷൂ ലേസ് ഒക്കെ വാഷ് ചെയ്യണമല്ലോ, നമ്മൾ ഷൂവിലൊക്കെ ഉള്ള ലേസ് സെപ്പറേറ്റ് എടുത്ത് വാഷ് ചെയ്യൊക്കെ വേണം, അല്ലെങ്കിൽ അത് ഒരു ഡാം സ്മെല്ലൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇടാനായിട്ട് നമുക്ക് കുട്ടികളെ എത്തിക്കാം. ഈ ഓരോ ഹോളിൽ നിന്നും ഇത് വിടിച്ച് അവരത് കറക്റ്റ് മുകളിൽ 2 ഹോൾസ് 2 സൈഡിൽ നിന്നും ഇത് സ്റ്റാർട്ട് ചെയ്യും. മുഴുവനും അത് ഊരുന്നില്ല, 2 സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ക്രോസ് ചെയ്തിട്ട് അവർ 2 ഹാൻഡിലെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഡ്രസ്സിംഗ് ഫ്രെയിംസിൽ നിന്ന് അവർ കെയർ ഓഫ് പേഴ്സൺ, അവർ അവരുടെ കാര്യം ഇൻഡിപെൻഡന്റ് ആവുന്നു, അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കും. അത് മാത്രമല്ല അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് നമുക്ക് വേണ്ടത് അതാണ്. അവര് ഏറ്റവും ചെറിയ പ്രായത്തിൽ അവരുടെ ലാർജ് മോട്ടോർ സ്കിൽ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അവർ വളർന്നു വരുമ്പോൾ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ എല്ലാ ആക്ടിവിറ്റീസും ഈ ഹാൻഡ് യൂസ് ചെയ്തിട്ടുള്ളതാണ് കൂടുതൽ. അങ്ങനെയാകുമ്പോൾ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് ബാഗുകളിൽ പൊതുവെ കാണാം. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ ബെൽറ്റ്, ഇനീഷ്യലി ആ ഹോള് വരുന്ന ബെൽറ്റ് ആയിരിക്കില്ല, അല്ലാത്ത ഈ ബക്കിൾ ടൈപ്പ് ബെൽറ്റ് ആയിരിക്കും. അങ്ങനത്തെ ബെൽറ്റ് ഈസിലി അവർക്ക് ഇടാനുള്ള പാകത്തിന് അങ്ങനത്തെ ബെൽറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് മറ്റേ കൈ ഇതിന്റെ ഈ ടിപ്പിൽ പിടിക്കുക, ഈ ഇതിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും അതങ്ങ് ഓപ്പൺ ആവും. 2 സൈഡിൽ നിന്നും പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ, അതുപോലെ തിരിച്ചിടുമ്പോൾ ഇങ്ങനെ ഇതിനുള്ളിലേക്ക് ആക്കിയിട്ട് 2 സൈഡിൽ നിന്നും ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും അത് അതിനകത്തേക്ക് കയറും. ഓക്കെ, ഇത് അവർ നല്ലതായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ നമ്മളുടെ സാധാരണ ടൈപ്പ് ബട്ടണും അവരെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന നല്ലതാണ്. കാരണം ആ ബട്ടണും പിന്നീട് അവർ ബട്ടൺ അല്ല ബെൽറ്റ്, ആ ബെൽറ്റും അവർ യൂസ് ചെയ്യും. പിന്നെ ബാഗുകളിലും അതുപോലത്തെ ബെൽറ്റ് കാണാം, ചില വാച്ചുകളിൽ കാണാം അല്ലെ. അപ്പൊ അതൊക്കെ കോമൺ അല്ല, എന്നാലും അവരത് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റേ ഹോൾസിലേക്ക് ഇങ്ങനെ നമ്മൾ കമ്പി പോലെ വരുന്നത് ഇൻസേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, അതും നമുക്ക് അവർക്ക് യൂസ് ചെയ്യാം. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് നമുക്ക് ഈ മാറ്റും അതുപോലെ തന്നെ ഈ ഡ്രസ്സിംഗ് ഫ്രെയിംസും ആണ് ഉള്ളത്. ഇനി മാത്തമാറ്റിക്കൽ ഏരിയ 12കാർക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ഇതാണ്, കെയർ ഓഫ് പേഴ്സണും കെയർ ഓഫ് സറൗണ്ടിങ്സും ആണ്. നമുക്ക് മെറ്റീരിയൽസിനെ
നല്ല രീതിയിൽ മെറ്റീരിയൽസ് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ മെറ്റീരിയൽസ് നാശമായി പോകാതിരിക്കാനാണ് നമ്മൾ മാറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഫിംഗേഴ്സിന്റെ ഒരു മൂവ്മെന്റും ആ ഒരു ഇത് വരും. ഇത് റോൾ ചെയ്യുന്നതിലും ഉണ്ട്, അതുപോലെ തന്നെ അൺറോൾ ചെയ്യുന്നതിലും. 2 ഫിംഗേഴ്സും 3 ഫിംഗേഴ്സും യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം, 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാം. നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഡെമോ. പക്ഷെ കുട്ടികൾ അവരുടെ കൊച്ചു കൈകൊണ്ട് അവർ 2 ഫിംഗേഴ്സ് അവർ മാക്സിമം ട്രൈ ചെയ്യും 2 ഫിംഗേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ റോൾ ചെയ്ത് കോർണേഴ്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഈ മാറ്റ്. കുറച്ചുകൂടെ വലിയ മാറ്റാട്ടോ അതിലുള്ള, കാരണം അവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റാണ്. അപ്പൊ ഇങ്ങനെ ഇത് നാച്ചുറൽ ഫൈബേഴ്സ് കൊണ്ടുള്ള മാറ്റ് തന്നെയാണ്, അല്ലാതെ ഇതിനകത്ത് സിന്തറ്റിക്കോ പോളിസ്റ്ററോ ഒന്നുമില്ല. അപ്പൊ അവൈലബിൾ ആയി കിട്ടിയത് നമുക്ക് ഈ ടൈപ്പാണ്, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഇത് പെട്ടെന്ന് റോളിംഗ് പോവും. ഇങ്ങനെ റോൾ ചെയ്തത് അവർ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് അവർ ഈ ഫിംഗേഴ്സ് വെച്ച് തന്നെ ഇതിന് തിരിച്ച് അൺറോൾ ചെയ്യും. ഇതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമുക്ക് വരുന്ന 2 കാര്യം. പിന്നെ കുക്കിംഗ് ഒക്കെ ഉണ്ട്, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നത്, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത്, കണ്ടെയ്നേഴ്സിൽ ഓരോന്ന് ഫില്ല് ചെയ്യുന്നത്, പിന്നെ അവിടെ ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലുണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ലെമണേഡ് ഉണ്ടാക്കുന്നത്, ലൈം ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് 2 മാറ്റും വേണം കേട്ടോ. ഡ്രസ്സിംഗ് ഫ്രെയിംസ് കഴിഞ്ഞു, ഞാനിതൊന്ന് മാറ്റാം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നൊരു പുതിയ മെറ്റീരിയൽ ആണ്, തെർമിക് ടാബ്ലറ്റ്സ് ആണ്. തെർമിക് ടാബ്ലറ്റ്സിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നതാണ് തെർമിക് ടാബ്ലറ്റ്സ് വരുന്നത്. ഇതില് 6 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ 6 കമ്പാർട്ട്മെന്റ്സിൽ 6 ഡിഫറെന്റ് ടെക്സ്ചറിലുള്ള മെറ്റീരിയൽസ് ആണ്, നാച്ചുറൽ മെറ്റീരിയൽസ് തന്നെ. അത് പെയറിലാണ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് തന്നെ 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ടച്ച് ചെയ്ത് നോക്കും, പലതിനും പല ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ചൂട് എന്നുള്ള രീതിയിലല്ല കേട്ടോ. കാരണം നമുക്കറിയാം നമ്മുടെ വാളിൽ തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ ഫ്ലോറിൽ വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെ? ചൂട് കാലത്താണെങ്കിൽ തണുപ്പ് കാലത്താണെങ്കിൽ ഒക്കെ ആ ഒരു ഡിഫറൻസ് വാളിലും നമ്മുടെ ഫ്ലോറിലും മനസ്സിലാവും. അപ്പൊ അതുപോലെ മെറ്റീരിയൽസ്, അതുപോലെ ഗ്ലാസ് ബോട്ടിലിൽ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും ഫീൽ ചെയ്യുക. അതുപോലെ ഈ നമ്മളുടെ കിച്ചൺ സ്ലാബ് ഒക്കെ ചെയ്യില്ലേ, ഗ്രാനൈറ്റ്സ് ഒക്കെ, ഗ്രാനൈറ്റിൽ തൊടുമ്പോൾ വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും. അങ്ങനെ നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള പല മെറ്റീരിയൽസിലും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. വുഡൻ പീസിൽ തൊടുമ്പോൾ വേറൊരു രീതിയിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. ഇവിടെ ടേബിൾ ഉണ്ട്, ടേബിളിൽ തൊടുമ്പോൾ എനിക്ക് വേറൊരു ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇത് വന്ന ബോക്സിന്റെ ലിഡിൽ തൊട്ടപ്പം എനിക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട്. ഇതില് നമുക്ക് ഗ്ലാസ് പീസസ് ഉണ്ട്. നിങ്ങൾ വാങ്ങുമ്പോൾ മേക്ക് ഷുവർ ഇതിന്റെ എഡ്ജസ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടോന്ന്, കാരണം മുറിയരുത്. ഇതിപ്പോ നല്ല പോലെ ഗ്രൈൻഡ് ചെയ്തതാണ്, നമ്മുടെ കൈ മുറിയില്ല, നല്ല ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗ്രൈൻഡ് ചെയ്തില്ലെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന ഗ്ലാസ് പീസ് ആണെങ്കിൽ എവിടെയെങ്കിലും കൊടുത്ത് ഗ്രൈൻഡ് ചെയ്യണം. നമ്മൾ തന്നെ ചെയ്താൽ ചിലപ്പം ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഇത് ഗ്ലാസ് പീസസ് ആണ്, പെയേഴ്സിലാണ്. ഗ്ലാസ്സിൽ തൊടുമ്പോൾ വേറൊരു ടെമ്പറേച്ചർ ആണ്. ഇപ്പൊ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്താണ് ചെയ്യുന്നത്. കുട്ടികൾ ഇത് തൊട്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് അവർ പെയറാക്കി വെക്കും. ഇനി ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് പെയറാക്കി വെക്കുമ്പോൾ എങ്ങനെ അവർ പെയർ ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പൊ ഇതിൽ 6 പീസസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഇതൊരു ഗ്രാനൈറ്റ് പീസാണേ, ഗ്രാനൈറ്റ് പീസാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മാറ്റിൽ ഇങ്ങനെ നിരത്തി വെക്കും, മിക്സ് ചെയ്ത് വെക്കും. മിക്സ് ചെയ്ത് വെച്ചിട്ട് കുട്ടിയെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് വന്നിട്ട് ടച്ച് ചെയ്ത് കുട്ടി ആദ്യം ഒരെണ്ണം എടുക്കും. ഒരെണ്ണം ഇങ്ങനെ എടുത്ത് ടച്ച് ചെയ്തിട്ട് അവന്റെ റൈറ്റ് സൈഡിൽ വെക്കും. പിന്നെ ബാക്കി പീസസ് ഉണ്ടെങ്കിൽ, വേറെയും പീസസ് ഇവിടെ കിടക്കുന്നുണ്ട്, ആ ബാക്കി പീസസ് ഉണ്ടോ എന്ന് നോക്കും. അത് ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുമ്പോൾ ഇതിപ്പോ ഒരു നമ്മള് എന്താ പറയാ, ഒരു മെറ്റലിന്റെ പോലത്തെ ഒരു പീസാണ് കേട്ടോ. അതിലൊരു കളർ, ഒരു കോട്ടിങ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ വേറൊരു, ഇപ്പം ഗ്രാനൈറ്റ്, അപ്പൊ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് ഇവിടെ എടുത്തു വെച്ച ഗ്രാനൈറ്റ് പീസിലൊന്ന് തൊട്ട് നോക്കും. അപ്പൊ അതും ഇതുമായിട്ട് മാച്ച് തോന്നുന്നില്ല. അപ്പൊ അതിനെ മാറ്റി ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി വെക്കും. പിന്നെ നോക്കി എടുക്കും. ഇങ്ങനെ 2 കൈ വെച്ച് ടച്ച് ചെയ്യുമ്പോൾ ഗ്രാനൈറ്റ് പീസിന്റെ ആ ടെക്സ്ചർ അവന് മനസ്സിലാകും. അപ്പൊ അത് പെയർ ചെയ്യും. വൺസ് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് പെയർ ചെയ്തതിന് ശേഷം അടുത്ത പെയറിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കൺഫ്യൂസ്ഡ് ആവും. ഈവൻ ആസ് ആൻ അഡൾട്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. രണ്ടാമത്തെ ടെക്സ്റ്റ് കിട്ടുമ്പോൾ നമുക്കത് രണ്ടാമത് വെച്ചിട്ട് നമുക്ക് അന്വേഷിച്ച് പോവാം. ഇത് ഒരെണ്ണം പെയർ ആക്കിയിട്ട് നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ സിമ്പിൾ ടു കോംപ്ലക്സ് ആണല്ലേ, അപ്പൊ ഏറ്റവും ആദ്യം സിമ്പിൾ മെത്തേഡിൽ ചെയ്യണം. ഒരെണ്ണം പെയർ ചെയ്തിട്ട്
നിങ്ങൾ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നും. പക്ഷെ ഇത് ഞാൻ എൻ്റെ ഒരു കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്തതിൽ വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞത്. അവർ കുറച്ചുകൂടെ പ്രാക്ടീസ് ആവുമ്പോൾ നമുക്ക് അല്ലാതെ ചെയ്യിക്കാം, കുഴപ്പമില്ല. കോംപ്ലക്സ് വേയിലേക്ക് പോകാൻ കുഴപ്പമില്ല. പക്ഷെ ഇനീഷ്യലി നമ്മൾ ഡെമോ കൊടുക്കുമ്പോൾ സിമ്പിൾ വേയിൽ, യൂട്യൂബ് കാണുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടാവും വീഡിയോ കാണുമ്പോൾ. ഇത് കുട്ടികളെ ഞാനൊന്ന് ഒബ്സർവ് ചെയ്തതിൽ വെച്ചിട്ട് ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയത്. കൺട്രോൾ ഓഫ് എറർ കുറയും, അവർക്ക് എറർ വരുന്നത് കുറയും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ ഗ്ലാസ് പീസ് ഉണ്ടായിരുന്നു, ഒരു മെറ്റൽ പീസ് ഞാൻ കാണിച്ചു തന്നു, ഗ്രാനൈറ്റ് പീസ് കാണിച്ചു തന്നു, പിന്നെ ഒരു വുഡൻ പീസ് ആണ് കേട്ടോ. ഇതിന്റെയൊക്കെ മെറ്റീരിയലിന്റെ ബോക്സ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. ഈ ഫ്രെയിമിന്റെ ഒക്കെ ഏകദേശം അതേപോലെ വരുന്ന വുഡൻ മെറ്റീരിയൽസ് ആണ് നമ്മൾ പറഞ്ഞു. ഹോളോ ആയിട്ട് വരുന്ന മിക്ക വുഡൻ ഇതും യൂഷ്വലി എനിക്ക് തോന്നുന്നു ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന വുഡൻ ഒക്കെ ഉണ്ടല്ലോ, ബാംബു, റീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോളോ ആയിട്ട് വരുന്നത്, അതൊക്കെ നല്ല ഫൈൻ ആയിട്ട് ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ബലവും ഉണ്ടാവും. ബാംബുവിന്റെ ആ ഒരു പോർഷനിലൊക്കെ അവർ കുക്ക് ചെയ്യുന്ന കാണാറുണ്ട്, കത്തിപ്പോവില്ല തീ കത്തിച്ചാലും, അതുപോലെ സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനെ അതുകൊണ്ടായിരിക്കാം അതിൽ നിന്നൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ഡാമേജ് ആയി പോവില്ലായിരിക്കും. പിന്നെ ഈ കുത്തൊന്നും വീഴില്ലായിരിക്കും. നമ്മൾ കാണാറില്ലേ നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകളിൽ നിന്നൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്ന പോലെ, ഒരു തരി പോലെ, അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. അതുകൊണ്ടായിരിക്കാം അതൊക്കെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു വുഡൻ പീസ് ആണ്. നെക്സ്റ്റ് വേറൊരു ടൈപ്പ് ഒരു വുഡൻ പീസ് തന്നെയാണ്. ഒരു പ്ലൈവുഡ് ഒക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു രീതിയിലുള്ള വുഡൻ പീസ് ആണ്. അപ്പൊ അതിനെല്ലാം പലതിനും പലൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരും. പിന്നെ ഇതൊരു വുഡൻ പീസ് തന്നെയാണ്, പക്ഷെ അതിനകത്തൊരു വെൽവെറ്റിന്റെ ഒരു ടച്ച്, വെൽവെറ്റിന്റെ ഉണ്ടല്ലോ, മറ്റേ ഒത്തിരി പൊങ്ങി നിൽക്കുന്ന വെൽവെറ്റ് അല്ല, ഒരു ചെറിയ രീതിയിൽ ഒരു മാറ്റിന്റെ ഒക്കെ ഒരു ഫിനിഷ് വരുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഇത് വരുന്ന, നമുക്കൊരു ഫെദറിന്റെ ഒക്കെ ഒരു ഇത് വരുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചറാണ് അതിൽ വരുന്നത്. ഇതൊക്കെ കുട്ടികളെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്താണ് ചെയ്യിക്കുന്നത്. അൺഫോൾഡ് ചെയ്ത്, അതായത് കണ്ണ് തുറന്ന് ചെയ്താൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടാൽ മനസ്സിലാകും. അപ്പൊ അവരുടെ ഇത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, സോ ഇത് സെൻസോറിയൽ ഏരിയയിലുള്ള കാര്യമാണ്. ടാക്ടൈൽ സെൻസ് ആണ് നമുക്കിത് വരുന്നത്. ഫിംഗേഴ്സ് അവർ ശരിക്കും യൂസ് ചെയ്യും, അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. അത് മാത്രമല്ല ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്, കാരണം അവർ കണ്ണടച്ച് ചെയ്യുമ്പോൾ അവരുടെ ബാക്കി സെൻസസ് എല്ലാം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പ്രധാനമായിട്ടും അവരുടെ ടച്ച് സെൻസ്. അപ്പൊ അത് ഫസ്റ്റ് ടച്ച് ചെയ്യുന്ന ടെക്സ്ചർ അവർ അങ്ങനെ ബ്രെയിനിൽ ഇംപ്രഷൻസ് ആക്കി വെക്കും. ഓരോന്നെടുത്ത് ടച്ച് ചെയ്ത് നേരത്തെ ടച്ച് ചെയ്തുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കി. അപ്പൊ ബ്രെയിനിന്റെ ഡെവലപ്മെന്റും ഇത് ഫൈൻ മോട്ടോർ സ്കിൽസും ആണ്, അവരുടെ ആ ഒരു സെൻസുമാണ് ഇതിനകത്ത് ഡെവലപ്പ് ആകുന്നത്. ഓക്കെ, എനിക്കൊരു 2 minutes സെയിം തന്നെ. അടുത്തത് ടച്ച് സെൻസിന്റെ വരുന്നതാണ്. ടച്ച് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ബോക്സിൽ, നേരത്തെ ബോക്സിൽ 6 കമ്പാർട്ട്മെന്റില് 2 പെയർസ് ആയിട്ടായിരുന്നു. ഈ ഒരു ബോക്സിൽ 2 കമ്പാർട്ട്മെന്റ്സ് ആണ്. 2 കമ്പാർട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് ബോർഡ് കാണാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എല്ലാവരും ചെയ്തപ്പോൾ മിക്സ് ആയിട്ട് പോയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇത് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് തന്നെ ചെയ്യണം. ഈ കമ്പാർട്ട്മെന്റില് ഒരു കമ്പാർട്ട്മെന്റില് 10 പീസസ് ഉണ്ടാവും. 10 പീസസ് ഏതൊക്കെയാണെന്ന് പറയാം. ഇതൊരു കമ്പാർട്ട്മെന്റിലുള്ള പീസസ് ആണ് കേട്ടോ. ഇതിനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഫീൽ ചെയ്യും. കളേഴ്സ് ഇത് കുറച്ചുകൂടെ റഫ്നെസ് കുറഞ്ഞ സർഫസ് ആണ്. ജസ്റ്റ് ലൈക്ക് നമ്മൾ വീടുകളിൽ ഇടുന്ന ടൈൽസ് ഒക്കെ പോലെ തന്നെ ആ ഒരു റഫ്നെസ് കുറഞ്ഞ, വാളിലും ഫ്ലോറിലും ഒക്കെ യൂസ് ചെയ്യുന്ന ടൈലിന്റെ പോലത്തെ ടെക്സ്ചർ ഉള്ളതാണ്. എല്ലാം കാഴ്ചയിൽ ഈ ഒരു യെല്ലോയിഷ് കളറായിട്ട് തോന്നും, ഒരു യെല്ലോയിഷ് ടിന്റ് പോലെ തോന്നും. അത് ഒരു കമ്പാർട്ട്മെന്റിലെ 10 പീസസ്. ഈ വേറൊന്നില് നമുക്ക് സാൻഡ് പേപ്പറിന്റെ ആ ഒരു എഫക്റ്റ് വരുന്ന രീതിയിലുള്ള ടാബ്ലറ്റ്സ് ആണുള്ളത്. അപ്പൊ ഇത് കണ്ടാൽ മനസ്സിലാകും. കാരണം കണ്ടോ, 2 കളറായിട്ട് കാണുന്നില്ലേ? ചിലതൊരു ബ്രൗണിഷ് കളറും ചിലതൊരു പെയിൽ യെല്ലോയിഷ് കളറും അങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ 2 കളറായിട്ട് തോന്നും. അതുകൊണ്ട് കുട്ടികളെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്താൽ ചെയ്യും. ഇത് ഒരേ കളറായിട്ട് തോന്നുന്നതുകൊണ്ട് നമുക്ക് ബ്ലൈൻഡ് ഫോൾഡ് തന്നെയാണ്. ഇവിടെ മനസ്സിലാകുന്നത് കൊണ്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യണം. 2 കമ്പാർട്ട്മെന്റില് ഒന്നില് റഫ്നെസ് നല്ലപോലെ ആ ഒരു ടെക്സ്ചർ വരുന്നതും, മറ്റേതിൽ സ്മൂത്ത്നെസ്സിനോട് കൂടുതൽ, സ്മൂത്ത്നെസ് ആണ് അവിടെ ഗ്രേഡിങ് വരുന്നത്, കൂടുതൽ തോന്നുന്ന രീതിയിലുള്ളതും.
ഇതും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്യണം. നേരത്തെ അതേ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇതിനകത്ത് ഓരോ കമ്പാർട്ട്മെന്റിലും 10 ടാബ്ലറ്റ്സ് ഉണ്ടെങ്കിലും 5 ടൈപ്പ് ടെക്സ്ചർ ആണ്. അപ്പൊ 2 എണ്ണം ഒരേപോലത്തെ ടെക്സ്ചർ ആയിരിക്കും. അപ്പൊ നമുക്ക് പെയറിങ് തന്നെയാണ് ഇതിൽ. ഇനി ഈ 20 എണ്ണം, അതായത് 2 കമ്പാർട്ട്മെന്റിലും മിക്സ് ചെയ്യിച്ചും നമുക്ക് ചെയ്യിക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ 10 എണ്ണം ഒരേപോലത്തെ ഒരേ കമ്പാർട്ട്മെന്റിലെ 10 എണ്ണം എടുത്ത് ആദ്യം സിമ്പിൾ ടു കോംപ്ലക്സ് ആണല്ലോ, ആദ്യം അത് ചെയ്യിക്കാം. അത് ചെയ്ത് അവരത് കറക്റ്റ് ആയി കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിന്റെ പെയർ കണ്ടുപിടിച്ച് അത് വെക്കും. അങ്ങനെ 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 അവർ പോകും. ഇനി അത് അവര് നല്ല കൺട്രോൾ ഓഫ് എറർ ഒക്കെ ഇല്ലാതായി അതിൽ കറക്റ്റ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ 2 ടൈപ്പും കൂടെ, അതായത് സ്മൂത്ത്നെസ്സിലേക്ക് പോകുന്നതും റഫ്നെസ് ടെക്സ്ചറിന്റെ ഗ്രേഡിങ് കൂടുതലുള്ളതും കൂടെ മിക്സ് ചെയ്ത് 20 പീസും കൂടെ വെച്ചിട്ട് ചെയ്യിക്കാവുന്നതാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവരെ തിരിച്ച് ആ കമ്പാർട്ട്മെന്റിൽ ഈ 2 ഹാൻഡ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ തന്നെ വെക്കണം. അവരെടുക്കുമ്പോഴും ആ രീതിയിൽ എടുക്കാനായിട്ട്. നമുക്ക് ഈ ബോക്സിനകത്ത് നടുക്ക് പോർഷൻ ഇല്ലേ, സെപ്പറേഷന്റെ ആ ഒരു ഭാഗത്ത് ഒരു ഗ്രൂവ് ഉണ്ട്. അപ്പൊ നമുക്ക് കൈ ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇതും അതുപോലെ തന്നെ തിരിച്ചു വെക്കുക. ടച്ച് ടാബ്ലറ്റ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ടാക്ടൈൽ സെൻസ്, നമ്മുടെ ടച്ച് സെൻസ് ആണ് ഇവിടെ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. ആ ഒരു സെൻസ് കൂടുതൽ ഷാർപ്പ് ആവാൻ വേണ്ടി നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ആ ഒരു ടെക്സ്ചർ, ഇതെല്ലാം അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റും ഹാൻഡിന്റെ ആ മോട്ടോർ സ്കിൽസും ആണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. ഈ ഫൈൻ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് ചോദിക്കണേ. നമുക്ക് കളർ ടാബ്ലറ്റ്സ്, ക്രോമാറ്റിക് സെൻസ്, കളർ അവർ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ പെയേഴ്സ് ആയിട്ടാണ് കളർ ടാബ്ലറ്റ്സിലെ 3 ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി. പ്രൈമറിയിലും സെക്കൻഡറിയിലും പെയേഴ്സ് ആയിട്ടാണ് കളർ വരുന്നത്. പ്രൈമറിയിൽ നമുക്ക് 3 കളേഴ്സ് ഉണ്ട് കാണാനായിട്ട് പറ്റുന്നത്. റെഡ്, യെല്ലോ, ബ്ലൂ. ഇവര് കണക്ട് ചെയ്യും സറൗണ്ടിങ്സുമായിട്ടും. ഇപ്പം അന്ന് അവരിട്ടിട്ട് വന്ന ഡ്രസ്സിന്റെ കളർ അതാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിന്റെ കളർ അവിടെയുള്ള എന്തിന്റെങ്കിലൊക്കെ കളറായിട്ടൊക്കെ അവരെ കണക്ട് ചെയ്യും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരെ കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 3 പീരീഡ്സിൽ ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൂടെ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അത് സംസാരിക്കാൻ പഠിക്കുവാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. കുഞ്ഞ് ജനിച്ചു വീഴുന്നത് മുഴുവനും കുട്ടി കേൾക്കുന്നത് ആളുകൾ സംസാരിക്കുന്നതും എല്ലാമാണല്ലേ കേൾക്കുന്നത്. അപ്പൊ കുട്ടി അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആ ഒരു ടൈമിലെ കുട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്, അത് ആയി വരുന്നുണ്ട്. ഓക്കെ, സോ ഈ 3 കളേഴ്സ് പെയേഴ്സിലാണ്. ഇത് പെയർ ചെയ്യിക്കാൻ പറ്റും. പിന്നെ അവരോട് ചോദിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കളേഴ്സ്. ദിസ് ഈസ് റെഡ്, ദിസ് ഈസ് യെല്ലോ, ദിസ് ഈസ് ബ്ലൂ എന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ക്ലിയർ ആകുമ്പോൾ അടുത്തിട്ട് അവർക്ക് യെല്ലോ കളർ ഫ്രൂട്ട് ഉണ്ടോ, ഫ്ലവർ ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച് നമുക്ക് വേണമെങ്കിൽ ലാംഗ്വേജിന്റെ ഏരിയ അവർ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേർഡ് റീഡിംഗ് കാർഡോ പിക്ചർ റീഡിംഗ് കാർഡോ ഒക്കെ ആയിട്ട് നമുക്ക് അവരെ കണക്ട് ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെർഷറി കളർ ടാബ്ലറ്റ്സ് ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഒരു 4 പ്രാവശ്യം ഞാൻ പർച്ചേസ് വേണ്ടിയിട്ട് കൊടുത്തു. പേയ്മെന്റും ചെയ്തതായിരുന്നു. പക്ഷെ അത് അൺഅവൈലബിൾ എന്നും പറഞ്ഞ് പേയ്മെന്റ് റിട്ടേൺ ആയിരുന്നു. ഇത് സെക്കൻഡറി കളർ ടാബ്ലറ്റിന്റെ ബോക്സ് ആണ്. ഇതിലും നമുക്ക് 2 കളേഴ്സ് ആണ്. ഇതില് 2 കളേഴ്സിന്റെ പെയേഴ്സ് ആയിട്ടാണ്, അതായത് 11 കളേഴ്സ് ആണ് സെക്കൻഡറി കളർ ടാബ്ലറ്റിൽ വരുന്നത്. അത് ഓരോ ടാബ്ലറ്റും 2 എണ്ണം വീതമുണ്ട്. കളർ ബോക്സ് എന്നും പറയൂ കേട്ടോ. ഓരോ ടാബ്ലറ്റും 2 എണ്ണം വീതമുണ്ട്. കുറച്ച് പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കളർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് അപർണ മിസ് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലാണ് കളർ ടാബ്ലറ്റ്സ് വരുന്നത്. ഇത് ഇങ്ങനെ പെയർ ചെയ്യും. അപ്പൊ 11 കളേഴ്സ് ഉണ്ട്. 11 കളേഴ്സ് വരുന്നത് ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, പിങ്ക്, പർപ്പിൾ, ഓറഞ്ച്, ബ്രൗൺ, ബ്ലൂ, റെഡ്, ഗ്രീൻ. അങ്ങനെ നമ്മുടെ പ്രൈമറിയും വരും. പ്രൈമറിയിലെ 3 കളേഴ്സും പ്ലസ് അഡീഷണൽ 8 കളേഴ്സും കൂടെ വരുന്നുണ്ട്. അങ്ങനെ 11 കളേഴ്സ് ആണ്. അത് 22 ടാബ്ലറ്റ്സ് ഉണ്ടാകും. പെയേഴ്സിലാണ് കളേഴ്സ് വരുന്നത്. ഇതും ക്രോമാറ്റിക് സെൻസ് അവര് കമ്പയർ ചെയ്യും, പുറത്ത് കാണുന്ന കളേഴ്സുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, ഇനി ടെർഷറി കളർ ടാബ്ലറ്റ്സ് കിട്ടിയിട്ടില്ല ബോക്സ്. അത് ഞാൻ അതിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. അതിൽ നമുക്ക്
9 കമ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. 9 ഇതുപോലെ കുറച്ച് മുമ്പ് ഞാൻ കമ്പാർട്ട്മെന്റ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, ഓരോരോ സെക്ഷനായിട്ട് ഒരേപോലെ 9 കമ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. ഈ 9 കമ്പാർട്ട്മെന്റ്സിൽ ഓരോ കളറും, റെഡ് ആണെങ്കിൽ റെഡിന്റെ 7 കളർ ചേഞ്ചസ്. റെഡ് ലൈറ്റ് കളറിൽ നിന്ന് ഡാർക്കിലേക്ക് പോകുന്നു. ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്കിലേക്ക്, അങ്ങനെ കളർ മിക്സിങ്, കളർ ഷെയ്ഡ് ആണ് അവിടെ വരുന്നത്. ഒരു കളറിന്റെ 7 ഗ്രേഡിംഗ് ആണ് കാണുന്നത് ഓരോ കമ്പാർട്ട്മെന്റിലും. അങ്ങനെ 9 കളേഴ്സിന്റെ 7 ഷെയ്ഡ്സ് കാണും. യെല്ലോ ആണെങ്കിൽ പെയിൽ യെല്ലോ തുടങ്ങി ബ്രൈറ്റ് യെല്ലോ വരെയും, അങ്ങനെ ഒരു ഗോൾഡൻ യെല്ലോ, അങ്ങനെയൊക്കെ ബ്രൈറ്റ് ആയിട്ടുള്ള ലെമൺ യെല്ലോ എല്ലാം കൂടെ വരുന്നത്. അങ്ങനെ യെല്ലോയുടെ 7 ഷെയ്ഡ്സ്. റെഡ് ആണെങ്കിൽ റെഡിന്റെ ഒരു 7 ഷെയ്ഡ്, ഗ്രേ ആണെങ്കിൽ ഗ്രേയുടെ ഒരു 7 ഷെയ്ഡ്. അങ്ങനെ 9 കമ്പാർട്ട്മെന്റില് 9 കളേഴ്സിന്റെ 7 ഷെയ്ഡ്സ് പറയുമ്പോൾ നമുക്ക് 63 കളർ ഷെയ്ഡ്സ് ആണ് ടേർഷറിയിൽ വരുന്നത്. അത് പ്രൈമറിയും സെക്കൻഡറിയും ഇൻട്രൊഡ്യൂസ്, ഈവൻ പ്രൈമറി തന്നെ ചിലപ്പോൾ മേ ബി അവർക്ക് 1 വീക്കോ 2 വീക്കോ ഒക്കെ എടുക്കും ചില കുട്ടികൾക്ക്. കാരണം കളർ ഐഡന്റിഫൈ ചെയ്യാനും നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനും ഫെയർ ചെയ്യാനും ഒക്കെ അവനായി വരുമ്പോൾ സമയം എടുക്കുമായിരിക്കും. പിന്നെ സെക്കൻഡറി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സെക്കൻഡറി അവർ അതിന് ശേഷമാണ് നമ്മൾ ടേർഷറി ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പിന്നെ അവരെ കൊണ്ട് പെയിന്റിങ് ചെയ്യിക്കാം, ഫിംഗർ പെയിന്റിങ്, കളർ മിക്സ് ചെയ്തിട്ട് ഈ പല ഗ്രേഡിലുള്ള കളേഴ്സ് ഉണ്ടാക്കാം. അതിങ്ങനെ ഫില്ലർ വെച്ച് ഡ്രോപ്പ് ആയിട്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഞാൻ ആ ഒരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വൈറ്റ് നമുക്കറിയാം, ഇത് വൈറ്റ് കൂടുതൽ എടുത്തിട്ട് ഡാർക്ക് അല്പം എടുക്കുമ്പോൾ നമുക്കൊരു കളർ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മൾ വൈറ്റ് ഒരു കൂടുതലാക്കിയിട്ട് റെഡ് ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പിങ്ക് കിട്ടും. ബേബി പിങ്ക് ഒക്കെ കിട്ടാൻ നല്ലൊരു ഇതാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ വൈറ്റുമായിട്ട് ഡാർക്ക് കളറിനെ മിക്സ് ചെയ്ത് നമുക്ക് കളർ, 3 ഡ്രോപ്പ് വൈറ്റ് എടുക്കുന്നു, 1 ഡ്രോപ്പ് ഗ്രീൻ ആണെങ്കിൽ നമുക്കൊരു ഷെയ്ഡ് കിട്ടും. ഇനി 4 ഡ്രോപ്പ് വൈറ്റും 1 ഡ്രോപ്പ് ഗ്രീനും ആണെങ്കിൽ ഗ്രീനിന്റെ വേറൊരു ഷെയ്ഡ് വന്നു. അപ്പൊ ആ രീതിയിൽ ഫില്ലറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് കളർ മിക്സിങ്ങും കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാം. പിന്നെ അത് കളർ കളയണ്ട, ഫിംഗേഴ്സ് വെച്ചിട്ട് പെയിന്റിങ്ങും ചെയ്യിക്കാം കുട്ടികളെ. ഫിംഗർ പെയിന്റിങ്, വെജിറ്റബിൾ ഡൈയിങ്, അങ്ങനെയുള്ള മെത്തേഡ്സ് ചെയ്യിക്കാം. നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ് ഒന്നും വേസ്റ്റ് ആയി പോകാതെ നോക്കണം. കളർ മിക്സിങ് ചെയ്യിക്കുവാണെങ്കിൽ അതുകൊണ്ടൊരു ക്രാഫ്റ്റ് അവരെ, ഒരു ആർട്ടോ എന്തെങ്കിലും ഒരു ആർട്ട് ഫോം അവരെ ചെയ്യിപ്പിക്കുക ചെയ്യണം. അപ്പൊ അവർക്കൊരു എന്തെങ്കിലും ഒരു ഡിസൈനും ഒരു പിക്ചറും ഒക്കെ കിട്ടും. അതിനൊരു നമ്മളതൊരു അക്കംപ്ലിഷ്മെന്റ് ആയി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകുമല്ലോ. അപ്പൊ വേസ്റ്റ് ആകുന്ന ഒരു കാര്യം മോണ്ടിസോറി മെത്തേഡിൽ ഇല്ല. മോണ്ടിസോറി മെത്തേഡ് നല്ല ഒരിടത്തും പാടില്ല. ഇപ്പൊ കളർ ടാബ്ലറ്റ്സിന്റെ കഴിഞ്ഞു. യെസ് പ്ലീസ്, എന്തെങ്കിലും ചോദിക്കാണ്ടോ? മാഡം വാട്ടർ കളേഴ്സ് ആണോ യൂസ് ചെയ്യുക, അതോ എന്ത് ടൈപ്പ് കളേഴ്സ് ആണ് പിള്ളേർക്ക് ഏറ്റവും സ്യൂട്ടബിൾ? നമുക്ക് അക്രിലിക് കളേഴ്സിന് ഹാംഫുൾ ഒന്നുമല്ല. വാട്ടർ കളേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വാട്ടറിൽ മിക്സ് ചെയ്ത് ചെയ്യാലോ. വാട്ടർ കളേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറിലൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അത് പോകും. വാട്ടർ കളർ യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്താ പറയുക, പേപ്പറും അതുപോലെ തന്നെ ക്യാൻവാസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ക്യാൻവാസ് ഒക്കെ കുറച്ച് ചിലപ്പോൾ കോസ്റ്റ്ലി ആയിരിക്കും. അതിനും നല്ലത് നല്ല ചാർട്ട് പേപ്പറിൽ അക്രിലിക് കളർ ആവുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും. അക്രിലിക് കളറിന്റെ ഒരു ഗുണം അതാ, പെട്ടെന്ന് ഡ്രൈ ആവും. അത് ആ അറ്റ്മോസ്ഫിയറിക് ആ ഒരു റൂം ടെമ്പറേച്ചറിൽ തന്നെ അത് ഡ്രൈ ആവാറുണ്ട്. വാട്ടർ കളർ എനിക്ക് തോന്നുന്നു ആ വാട്ടറിന്റെ മിക്സിങ് പ്രോപ്പർ അല്ലെങ്കിൽ അതിങ്ങനെ ലൂസായിട്ട് പോകുന്നതായിട്ട് തോന്നുന്നു. വാട്ടർ കളർ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. യു ക്യാൻ ഡു, നോ പ്രോബ്ലം. പക്ഷെ അക്രിലിക് കുട്ടികൾക്ക് പെട്ടെന്ന് ഇതാവുന്നത് ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ച് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അക്രിലിക് ആവുമ്പോൾ അവർക്ക് ഹാംഫുൾ അല്ല. വാട്ടർ കളർ ഹാംഫുൾ ആണെന്നല്ല കേട്ടോ, ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. വാട്ടർ കളർ ഈ വെള്ളത്തിന്റെ ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതിങ്ങനെ ഒഴുകി ഒക്കെ വരും. കറക്റ്റ് നമുക്ക് പെയിന്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച കളർ കിട്ടില്ല. പക്ഷെ അക്രിലിക് ആവുമ്പോൾ ആ ഒരു പ്രോബ്ലം, അത് ക്ലോത്തിലാണെങ്കിലും ചെയ്യിച്ചാൽ നന്നായിട്ട് പിടിക്കും. പെട്ടെന്ന് തന്നെ അതിലേക്ക് അങ്ങ് ആയിക്കോളും. ആ ഒരു മിക്സിങ് കറക്റ്റ് ആവും. അക്രിലിക് നമുക്ക് ഏത് സർഫസിലും യൂസ് ചെയ്യാം, അതാണ് അക്രിലിക്കിന്റെ ഒരു ഗുണം. വുഡനിൽ യൂസ് ചെയ്യാം, ഗ്ലാസ്സിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പോട്ടില്, മൺപാത്രങ്ങള്, പോട്ടിൽ യൂസ് ചെയ്യാം, ക്യാൻവാസിൽ യൂസ് ചെയ്യാം, പേപ്പറിൽ യൂസ് ചെയ്യാം. ഷർട്ട് പേപ്പർ ഒക്കെ ആണെങ്കിൽ ഷർട്ട് പേപ്പറിൽ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ അക്രിലിക്കിന് അങ്ങനെ ഒരു ഗുണം കണ്ടിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു, പിന്നെ മിക്സ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ മിക്സ് ആകുന്നുണ്ട്, കട്ടയാകുന്നില്ല. അക്രിലിക് യൂസ് ചെയ്ത ഒരു ഇതിൽ പറയുവാണ്.
ഫാബ്രിക് പെയിന്റ് ആണെങ്കിലും എനിക്ക് അക്രിലിക് എല്ലാ സർഫസിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫാബ്രിക് പെയിന്റ് ഇസ് ഓൺലി ഫോർ ഫാബ്രിക്, മറ്റതിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ അക്രിലിക്കിന്റെ അത്രയും ഒരു പെർഫെക്ഷൻ ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്തിട്ട് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ രംഗീല കളേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം കളറൊക്കെ കിട്ടില്ലേ, അതും ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചില ഗ്ലിറ്ററിങ് കളറൊക്കെ കിട്ടും. അതൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വിരലൊക്കെ വായിൽ വെക്കുന്ന കുട്ടികളാണ്. ആ ഒരു ശീലമൊക്കെ മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളതൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ കുറച്ചുകൂടെ ആ ഒരു ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടികൾക്ക് കൊടുക്കണം. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവരതെടുത്ത് കണ്ണിലൊക്കെ തേക്കോ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ നോക്കി ഒബ്സർവ് ചെയ്ത് ഒരു കുട്ടിയുടെ രീതി അത് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ചിലപ്പോൾ ചെറിയ കുട്ടികൾ നന്നായി ചെയ്യുന്നുണ്ടാവും. എൽഡേഴ്സ് ആയിരിക്കും ചിലപ്പോ ഈ പറയുന്ന നെയിൽ ബൈറ്റിംഗ് ഇതൊക്കെ മാറാത്ത കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ നോക്കി അവരെ ഒബ്സർവ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതുകൊണ്ടാണ് വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് വരുന്നത്. 3 to 6 years, 3 years ഉള്ളവരെ ഇത് ചെയ്യുള്ളൂ, 6 years ഇത് ചെയ്യുള്ളൂ എന്നുള്ളത് മോണ്ടിസോറി മെത്തേഡിലല്ല. അവിടെ ഏജ് വൈസ് അല്ല നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്നത്. കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അവൻ ഈ ഒരു ഇതിന് റെഡി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അപ് ടു അത് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും. ആ ഒരു എൻവയോൺമെന്റിൽ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. പക്ഷെ ഒരു 1 hour കഴിയുമ്പോഴേക്കും നമുക്ക് കുട്ടികളുടെ ഒരു പൾസ് മനസ്സിലാവും, നമുക്കത് അറിയാനായിട്ട് പറ്റും. ചില സ്കൂളിലൊക്കെ പണ്ട് ഇങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ക്ലാസ് കൊടുക്കാൻ പോകുമായിരുന്നു കേട്ടോ. ഒരു 8 years ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഇങ്ങനെ ക്ലാസ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ ചിലപ്പം സ്കൂളുകാർ എപ്പോഴും സിലബസിനെ ഫോക്കസ് ചെയ്താണ് സിലബസ് ക്ലാസ് പോവും. അത് കാരണം 2 hours അത്രയൊക്കെ കിട്ടുള്ളൂ നമുക്ക് ചെയ്യിക്കാൻ. 2 hours പെയിന്റ് ഉണങ്ങുകയും വേണം. അതും കൂടി ഉണ്ട്. ഉണങ്ങി ഇത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് കുട്ടികൾ വീട്ടിൽ കൊണ്ടുപോകണം. അപ്പോഴല്ലേ കുട്ടികൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അക്രിലിക് കളേഴ്സ് ആണ് പ്രിഫർ ചെയ്യാറ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ അവർക്ക് ആ ബ്രഷ് പിടിക്കാൻ, ആദ്യമായിട്ടൊക്കെ ബ്രഷ് എടുക്കുന്ന കുട്ടികളുണ്ടാവും. അതൊന്നും ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ 10 minutes കൊണ്ട് അവര് നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് തുടങ്ങും. ചില കുട്ടികൾക്ക് പക്ഷെ 2 hours ബ്രഷ് പ്രോപ്പർ ആയിട്ട് പിടിച്ച് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലർക്ക് ടൈം എടുക്കും. ആ ഒരു ബ്രഷ് പിടിച്ച് പ്രാക്ടീസ് വരാനായിട്ട് ടൈം എടുക്കും. ചില കുട്ടികൾ ചെയ്യുന്ന കുട്ടികളുണ്ടാവും, ചിലർക്ക് 10 minutes തന്നെ അവർക്ക് ആ കൈ വഴങ്ങും. നമ്മൾ നല്ല കൈയാന്ന് പറയുമല്ലോ ചില ആൾക്കാരെ, കൈ അവർക്ക് വഴങ്ങും. അവർ പെട്ടെന്ന് തന്നെ അത് ചെയ്യാനായിട്ട്. അതൊക്കെ നമുക്ക് ക്ലാസ്സിലെ ഒബ്സർവേഷനിലൂടെ മനസ്സിലാവും. ഓക്കെ ഫൈൻ. സോ ഞാൻ സെൻസോറിയൽ ഏരിയയിലെ അടുത്തേക്ക് പോവാലോ. ഇന്ന് വീഡിയോ ഓഫ് ചെയ്യണേ, കാരണം സാധനങ്ങളൊന്നും എടുത്ത് വെക്കണം, അതാണ്. സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഗ്യാപ്പ് ആയതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ മാഡം? കുട്ടികള് ഇപ്പൊ നമ്മൾ കളർ പഠിപ്പിക്കുന്ന സമയത്ത് അവര് ഇപ്പൊ റെഡ് ഡ്രസ് ഇട്ടുകൊണ്ട് വരിക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഗ്രീൻ ഡേ, അങ്ങനെയൊക്കെ ഇങ്ങനെ എന്റെ കസിൻസിന്റെ ഒക്കെ അവരുടെ പ്ലേ സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മാഡത്തിന്റെ അഭിപ്രായം? ഈ കളേഴ്സ് വെച്ചിട്ട് ഡേ പറയുന്ന അല്ലെ, ഗ്രീൻ ഡേ അങ്ങനെയൊക്കെ അതല്ലേ? അതെ അതെ അതെ. അത് ഒരു കളറ് നമുക്കിപ്പോ അറിയാം, കളേഴ്സിനെ പറ്റി നമുക്കറിയാം, ഒരു കളർ ഏതാന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ കുട്ടികൾ കളർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവർക്ക് ഈ കളർ തമ്മിൽ മാറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലേ. അവർക്ക് ഒരു കളർ ഡേ വെക്കുമ്പോഴേക്കും അവരുടെ മനസ്സിൽ മുഴുവനും അവർ കാണുന്നതും എല്ലാം ആ ഒരു കളർ ആയിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് തന്നെ അവരുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ആകും, ദിസ് ഇസ് ഗ്രീൻ എന്നുള്ളത്. പിന്നെ അവർ കണക്ട് ചെയ്യുക ഗ്രീൻ കളർ എങ്ങോട്ട്, അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ അന്നത്തെ ഡേയിൽ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ കളറുമായിട്ട് അവരത് കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ചില ബിലീഫ് അനുസരിച്ച് ആളുകൾ പറയില്ലേ, ബർത്ത് വെച്ചിട്ട് ഇതാണ് ആളുടെ കളർ എന്ന് പറയും. കുട്ടി ജനിക്കുമ്പോഴേ വീട്ടിലുള്ളവർ അത് പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടിയുടെ സ്പെഷ്യൽ ഡേയിൽ ആ കളർ ഡ്രസ് ആയിരിക്കും കൊടുക്കുന്നത്. എന്റെ മോളുടെ ബ്ലൂ ആണെന്ന് അവളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഇങ്ങനെ പറയും. അങ്ങനെ അവളുടെ എല്ലാ ബർത്ത്ഡേക്കും ബ്ലൂ ഡ്രസ്സാണ് എടുത്തു കൊടുക്കുന്നത്, ബ്ലൂവിന്റെ ഷെയ്ഡ്സ് ആണ് എടുത്തു കൊടുക്കുന്നത്. അപ്പൊ അത് അവൾക്ക് ചെറുപ്പത്തിലെ ആ ബ്ലൂ ആണ് എന്റെ കളർ എന്നുള്ളത് അവളുടെ ഉള്ളിൽ ഇങ്ങനെ തറഞ്ഞു കഴിഞ്ഞു അവളുടെ ബ്രെയിനില്. ഇപ്പൊ എന്ത് കണ്ടാലും അവള് ബ്ലൂവിനെ പ്രിഫർ ചെയ്യും. ഇപ്പൊ മാറി, അവര് വലുതാകുമ്പോ അവരുടെ ടേസ്റ്റ് മാറുമല്ലോ. മാം, എന്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ ക്വസ്റ്റ്യന്. അതായത് ഇപ്പം ഒരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം, ഇപ്പം എക്സാമ്പിൾ പറയണ റെഡ് ആണെങ്കിൽ ആ റെഡ് വെച്ചിട്ടായിരിക്കും ഒരു 2 to 3 days അല്ലെങ്കിൽ ഒരു 1 week അവർക്ക് ഈ പറഞ്ഞ ആക്രിലിക് പെയിന്റ് വെച്ചിട്ട് റെഡ് കളർ ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്. ഫിംഗർ ഡാബിങ്, ഇപ്പം ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ. അപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും ആ റെഡ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു ഡേ വെക്കും അവർക്ക്. റെഡ് ആണെങ്കിൽ ആ റെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേ വെക്കും.
അന്ന് ക്ലാസ് ഫുള്ള് റെഡ് ബലൂൺസ് ആയിരിക്കും. ടീച്ചർ റെഡ് കളർ ഡ്രസ് ആയിരിക്കും, കുട്ടികൾ റെഡ് കളർ ഡ്രസ് ആയിരിക്കും. പിന്നെ കൊണ്ടുവരുന്ന ഫുഡ് മിക്കവാറും ഫ്രൂട്ട്സുകളെല്ലാം അന്ന് എല്ലാ സാധനങ്ങളും റെഡ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും അവർക്ക് ആ റെഡ് എന്നുള്ള ഒരു കളർ ബൈഹാർട്ട് ആവുകയാണ് ശരിക്കും. അവർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫുഡ് ആണെങ്കിൽ റെഡ് കളർ, ഇപ്പൊ ആപ്പിള്, സ്ട്രോബെറി, അങ്ങനത്തെ ഫുഡാണ് ആ ഒരു വീക്ക് ഫുള്ള്. റെഡിനെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ദിവസങ്ങളിലെല്ലാം നമ്മൾ പേരൻസിനോട് പറയാം. എല്ലാവർക്കും ഇപ്പോൾ അത് അഫോർഡബിൾ ആണെന്ന് വരില്ല, എങ്കിൽ പോലും കുട്ടികൾ ഇപ്പൊ ആപ്പിളൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന സാധനം. അപ്പൊ ആ റെഡ് കളറിലെ ഫ്രൂട്ട്സ് കൊടുത്തുവിടാൻ ശ്രദ്ധിക്കുക. അപ്പൊ അവരത് കൂടുതലും യൂസ്ഡ് ആവും അത് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഓരോ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അത് കഴിഞ്ഞിട്ട് ഒരു 20 days ഒക്കെ കഴിയുമ്പോൾ ആ ഒരു കളറിന്റെ ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവരും, ടീച്ചേഴ്സും സപ്പോർട്ടിങ് സ്റ്റാഫും കുട്ടികളും ഒക്കെ റെഡ് കളർ ഡ്രസ്സായിരിക്കും ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പൊ അവർക്ക് ആ കളറ് ബൈഹാർട്ട് ആവും, പിന്നെ ഒരിക്കലും ഒരു മറക്കില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് തന്നെയാണ്. കാരണം ആ കളർ അവരുടെ മനസ്സിലുണ്ട്. ആ ഡേ ഫുൾ അവർ കാണുവാണല്ലോ, ഇത്ര മണിക്കൂർ. അപ്പൊ ആ ഡേ മുഴുവൻ അവരുടെ മനസ്സിലുണ്ടാവും. പിന്നെ ഇപ്പൊ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, പണ്ടത്തെ പോലെ അല്ലല്ലോ. പിന്നെ വീഡിയോസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ അത് വീണ്ടും വീണ്ടും അവർ കാണുന്നുണ്ടാകും. അങ്ങനത്തെ ഒരു ഇത് അല്ലേ? ദിവസത്തെ ഫുള്ള് വീഡിയോസ് എടുത്തിട്ട് ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ആണെങ്കിലും കുട്ടികൾക്ക് അത് കാണണമെങ്കിൽ ജസ്റ്റ് വീണ്ടും അവർക്കത് കാണാം, മനസ്സിലാക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ കളേഴ്സ് എല്ലാം വീണ്ടും പറയുമ്പോൾ അവർക്കത് ഓട്ടോമാറ്റിക്കലി ഫെമിലിയർ ആണ്. അവർ ആ കളേഴ്സ് എല്ലാം പെട്ടെന്ന് കുട്ടികളത് പറയും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വെക്കുന്നത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയായിരിക്കും. നമ്മളിനി കുട്ടികൾക്ക് ഓരോ സോളിഡ്സ് അല്ലെങ്കിൽ ഷേപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് വരുന്നൊരു സെൻസോറിയൽ ഏരിയയിൽ വരുന്ന ഒന്നാണ് നോബ്ഡ് സിലിണ്ടർ. കണ്ടാൽ അറിയാൻ പറ്റും. നമ്മുടെ നാടൻ ഭരണിയുടെ ഒക്കെ മുകളിലുള്ള നോബ് പോലെയുള്ള ഒരു ഷേപ്പാണ്, സിലിണ്ടറിക്കൽ ഷേപ്പാണ്. നോബ് കാണാം. അവരവരുടെ ഫിംഗേഴ്സ്, ഈ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സിലിണ്ടർ എടുക്കുന്നത്. പിന്നെ വുഡൻ ആണ്, നമ്മൾ കളർ ഒന്നും കൊടുത്തിട്ടില്ല. ആ നാച്ചുറൽ ആയിട്ട് ആ വുഡൻ കളർ നല്ല ഫൈൻ ആയിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് ഇത് വരുന്നത്. ഓക്കെ, നമ്മൾക്ക് 4 എണ്ണം ഉണ്ട്. 4 ടൈപ്പാണ്, 4 ഫീച്ചേഴ്സ് ആണ് ഈ വുഡിന്. നമുക്കൊരു സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ ഫീച്ചർ നമുക്കറിയാം. അതിനൊരു ഹൈറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു വിട്ട്. സിലിണ്ടറിന്റെ വിട്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡയമീറ്റർ ആണ്, അല്ലെ? സർക്കിൾ ഷേപ്പ് അല്ലേ, സർക്കുലർ ഷേപ്പ് അല്ലേ ഇത്? അതിന്റെ ഡയമീറ്റർ ആണ് നമ്മൾ വിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഹൈറ്റും ഉണ്ട്, ഒരു വിട്ടും ഉണ്ട്. ഓക്കെ, ഈ ഒരു സിലിണ്ടറിന്റെ ആ ഒരു സെറ്റിനകത്ത് നമുക്ക് 5 പീസസ് കാണാം. നമുക്കിത് സെയിം തന്നെ ഫീച്ചേഴ്സിൽ 10 നമ്പേഴ്സ് ഉള്ള നോബ്ഡ് സിലിണ്ടർ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഉള്ളത് 5 എണ്ണമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ എടുത്തു. ഞാനൊന്ന് താഴെ വെക്കുകയാണ്, ഞാൻ ബാക്കിയെല്ലാം ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. കാരണം അറ്റ് എ ടൈം നമ്മൾ കുട്ടിക്ക് ഒന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എടുത്തപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഹൈറ്റ് സെയിം ആണ്, പക്ഷെ അതിന്റെ വിഡ്ത്ത്, അതായത് ആ ഡയമീറ്റർ കുറഞ്ഞു രണ്ടാമത് എടുത്തപ്പോൾ. നെക്സ്റ്റ് തേർഡ് വൺ എടുത്തു, അതും ഹൈറ്റ് സെയിം ആണ്, പക്ഷെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്തു. ഓക്കെ, അടുത്തതും ഹൈറ്റ് സെയിം ആണ്, പക്ഷെ വിഡ്ത്ത് കണ്ടോ വീണ്ടും കുറഞ്ഞു. ലാസ്റ്റ് വൺ, അതായത് 5th പീസ്, ഹൈറ്റ് സെയിം ആണ്, പക്ഷെ വിഡ്ത്ത് കണ്ടോ വളരെ കുറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഹൈറ്റ് റിമൈൻസ് ദ സെയിം ബട്ട് വിഡ്ത്ത് ഡിക്രീസസ്, അല്ലേ? നോക്കിക്കേ, ഫസ്റ്റ് സിലിണ്ടർ ഇരുന്ന ഗ്രൂവിന്റെ ആ ഒരു വലിപ്പം സെക്കൻഡ് വൺ എല്ലാം വന്നപ്പോഴേക്കും ഇങ്ങനെ കുറഞ്ഞു വന്നു, അല്ലേ? ഈ ഒരു സെറ്റില് ഹൈറ്റ് റിമൈൻസ് സെയിം ബട്ട് വിഡ്ത്തിലാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ടാ പറയുന്നെങ്കിൽ വിഡ്ത്ത് ഡിക്രീസസ്, ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്തു തുടങ്ങിയെങ്കിൽ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. കുട്ടികൾ ഇത് പ്ലേസ് ചെയ്യുമ്പോൾ തിരിച്ച് ഗ്രൂവിലേക്ക് തന്നെ വെക്കുന്നു.
വെക്കുമ്പോൾ ബൈ മിസ്റ്റേക്ക് ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക. ലാസ്റ്റ് പീസ് വെക്കുമ്പം അത് ഒരു ഗ്രൂവിലേക്കും ഇറങ്ങില്ല. ഒരു പീസ് ലെഫ്റ്റ് ഔട്ട് ആയി. അപ്പൊ അവർക്ക് മനസ്സിലായി അവർ ചെയ്തതിലും മിസ്റ്റേക്ക് ആണ്. അവർ വീണ്ടും എല്ലാം തിരിച്ചെടുക്കും. ഓരോന്നായിട്ട് തന്നെ അവരെ കൊണ്ട് വെപ്പിക്കണം കേട്ടോ. ഫാൻ കറങ്ങുന്നുണ്ട്, ചിലപ്പോൾ ചെറുതൊക്കെ വീണു പോകും. എന്നിട്ട് വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ കൺട്രോൾ ഓഫ് എറർ അവർ തന്നെയാണ് അവർ ചെയ്തതിന്റെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കുന്നത്. വീണ്ടും അവര് അത് വെച്ച് അവരത് കറക്റ്റ് ആക്കും. പിന്നെ അവർക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടും. ഒരു സിലിണ്ടർ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഫുൾ ഗ്രൂവില് അത് ശരിക്കും പ്ലേസ്ഡ് ആവും. ഈ ഒരു സ്പേസ് ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എളുപ്പമാണ്. അത് അവർക്ക് തന്നെ വന്നോളൂ. ഈ രീതിയിൽ അത് ഫസ്റ്റ് വണ്ണിന്റെ ഫീച്ചർ അതായിരുന്നു. ഹൈറ്റ് റിമൈൻസ് സെയിം ബട്ട് വിഡ്ത് ചേഞ്ചസ്. സെക്കൻഡ് വൺ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറയാം. ഹൈറ്റ് കുറഞ്ഞു അല്ലെ രണ്ടാമത്തെ എടുത്തപ്പോ, വിഡ്ത്തും കുറഞ്ഞിട്ടുണ്ട്. തേർഡ് വൺ എടുത്തപ്പോഴും അഗെയിൻ ഹൈറ്റ് കുറഞ്ഞു, അടുത്തത് അങ്ങനെ. അപ്പൊ ഇവിടുത്തെ ഫീച്ചർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കുറയുമ്പോൾ മറ്റതും കുറയും, ഒന്ന് കൂടുമ്പോൾ മറ്റത് കൂടും. നമ്മൾ കൂടുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ആ രീതിയിൽ ഗ്രൂവിലും നമുക്ക് കാണാനായിട്ട് പറ്റും. ഹൈറ്റ് ആദ്യത്തെ ഗ്രൂവ് നല്ല ഡെപ്തിലായിരിക്കും, അടുത്തത് വരുമ്പോൾ ആ ഡെപ്ത് കുറഞ്ഞു വരും. നമ്മൾ വെച്ച് കഴിയുമ്പോൾ സ്കെയിലോ അല്ലെങ്കിൽ അവരുടെ കൈ തന്നെ, അവരുടെ ഹാൻഡ് തന്നെ വെച്ച് ലെവലാണോ എന്ന് നോക്കണം. അപ്പം 10 എണ്ണത്തിന്റെ ആണെങ്കിൽ അവരുടെ ഹാൻഡ് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ 2 ഹാൻഡും 2 സൈഡിൽ നിന്ന് വെച്ച് ലെവൽ നോക്കണം. ഇങ്ങനെയൊന്നും വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഞാൻ എന്റെ ഒബ്സർവേഷനിലും കുട്ടികളെ ചെയ്യിപ്പിച്ചത് വെച്ചിട്ട് ഞാൻ പറയുവാണ്. അല്ലെങ്കിൽ സ്കെയിൽസ് യൂസ് ചെയ്തിട്ട് ലെവൽ നോക്കാം. നമുക്ക് വുഡൻ സ്കെയിലൊക്കെ കിട്ടുമല്ലോ, നാച്ചുറൽ തന്നെ ഉപയോഗിക്കാം. ഇതില് ഇൻവേഴ്സ്ലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റത് കുറയും. ഹൈറ്റ് കുറഞ്ഞപ്പോൾ വിട്ട് കുറഞ്ഞു, ഹൈറ്റ് കൂടുമ്പോൾ വിട്ട് കൂടുന്നു. ആ ഒരു രീതിയിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഹൈറ്റ് സെയിം ബട്ട് വിത്ത് ചേഞ്ചസ്. സെക്കൻഡ് വൺ ആയപ്പോൾ ഹൈറ്റും വിട്ടും ഒരേപോലെ ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഹൈറ്റ് കൂടുമ്പോൾ വിട്ട് കൂടുന്നു, ഹൈറ്റ് കുറയുമ്പോൾ വിട്ട് കുറയുന്നു. ആ ഒരു രീതിയിൽ സെക്കൻഡ് വൺ അത് വന്നു. അടുത്തത് ചെയ്ത് കഴിയുമ്പോൾ സ്കെയിൽ വെക്കണം എന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ. രണ്ടും ഞാൻ ഏറ്റവും ചെറുതിന്നാണ് ഇപ്പൊ എടുത്തത് കേട്ടോ. രണ്ടും നോക്കുമ്പോൾ വിഡ്ത്ത് സെയിം ആണ്, പക്ഷെ ഹൈറ്റ് മാറിയിട്ടുണ്ട്. എന്തായിരിക്കും അതിന്റെ ഫീച്ചർ? സെയിം വിഡ്ത്ത് തന്നെ, പക്ഷെ ഹൈറ്റ് ഡിഫറൻസ്. ഹൈറ്റ് ഡിഫറൻസ്. അപ്പൊ ഇതിന്റെ ഫീച്ചർ എന്തായിരിക്കും? ഇൻവേഴ്സിബിലിറ്റി. യെസ്, അതായത് ഒന്ന് കൂടിയ അല്ല, ഇൻവേഴ്സ്ലി അല്ലല്ലോ. ഒന്ന് സെയിം, മറ്റേത് ചേഞ്ച് ചെയ്യുന്നു. ഒന്ന് റിമൈൻസ് കോൺസ്റ്റന്റ്, വിഡ്ത്ത് സെയിം അല്ലേ? നോക്കൂ, സെയിം ആകുമ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. വിഡ്ത്ത് സെയിം ആണ്, പക്ഷെ ഹൈറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു ഡിക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹൈറ്റിൽ ചേഞ്ചസ് വരുവാണ്. അപ്പൊ ഏത് സൈഡിലേക്കാണോ അതിനനുസരിച്ച് നമുക്ക് കൂടുന്നു കുറയുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതില് ഹൈറ്റ് ചേഞ്ചസ് ബട്ട് വിഡ്ത്ത് റിമൈൻസ് സെയിം. ലെവൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോ 3 എണ്ണം പറഞ്ഞു. ഫസ്റ്റ് വൺ ഹൈറ്റ് സെയിം വിഡ്ത്ത് ചേഞ്ചസ്. സെക്കൻഡ് വൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഹൈറ്റ് കൂടുമ്പോൾ വിഡ്ത്തും കൂടും. തേർഡ് വൺ വിഡ്ത്ത് റിമൈൻസ് സെയിം, ഹൈറ്റ് ചേഞ്ചസ്. ക്ലിയർ ആയോ? അടുത്തത് ഏറ്റവും ഹൈറ്റ് കുറവ് പക്ഷെ വിഡ്ത്ത് കൂടുതലാണേ. അടുത്തത് കുറച്ചും കൂടെ ഒന്ന് ഹൈറ്റ് കൂടി പക്ഷെ വിഡ്ത്ത് കുറഞ്ഞു. വിഡ്ത്ത് കുറഞ്ഞു വരുന്നു പക്ഷെ ഹൈറ്റ് കൂടുന്നു. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയണം.
അതിനനുസരിച്ച് ഇതിന്റെ സെറ്റിലുള്ള ഗ്രൂവ്സും ശരിയാവും. അപ്പൊ സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് നമ്മൾ അറ്റ് എ ടൈം ഒരെണ്ണമായിരിക്കും കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അവർ ചെയ്ത് പിന്നെ 4 ഒരുമിച്ച് എന്നുള്ള രീതിയിൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആകെ അവർക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ നമ്മുടെ ഫണ്ടമെന്റൽ ലെസൺസ്, നമ്മൾ ഡെമോൺസ്ട്രേഷൻ കൊടുക്കുമ്പോഴുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് വളരെ ചുരുക്കി ബ്രീഫായിട്ട് കഥ കേൾക്കാൻ, ഇതുപോലെ നമ്മുടെ ലെക്ചർ കേൾക്കാൻ കുട്ടികൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ സാധനം കയ്യിൽ കിട്ടണം, ചെയ്യണം. അപ്പൊ അത് ചെയ്യാനുള്ള കുറച്ചറിവ് മതി അവർക്ക്. അതിനായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത്. അതിന്റെ പുറകിലുള്ള തിയറിയും പ്രിൻസിപ്പിളും ഒന്നും കേൾക്കാൻ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് വളരെ ചുരുക്കി കാര്യങ്ങൾ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞു കൊടുക്കാം. നമ്മൾ വേറെ ഒന്നും റിലേറ്റ് ചെയ്യാൻ പോണ്ട. പിന്നീട് റിലേറ്റ് ചെയ്യാനുള്ളതൊക്കെ അവർ റിലേറ്റ് ചെയ്തോളൂ. ഇത് നോബ്ഡ് സിലിണ്ടേഴ്സ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോബ്ലെസ് സിലിണ്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് 4 ബോക്സസ് കാണാം വിത്ത് ഡിഫറെന്റ് വൈബ്രന്റ് കളർ ലിഡ്സ്. ഇങ്ങനെ 4 നല്ല വൈബ്രന്റ് കളർ ആയിട്ടുള്ള ലിഡുകളുള്ള 4 ബോക്സസ് ഇവിടെ ഇരിക്കുന്നത് കാണാം. ബ്ലൂ, യെല്ലോ, റെഡ്, ഗ്രീൻ. റെഡ് ആണ്, നമ്മളൊന്ന് റീപെയിന്റ് ചെയ്തപ്പം ഇച്ചിരി ഒരു മെറൂണിഷ് ഷെയ്ഡ് ആയിപ്പോയി എന്ന് മാത്രം. റീപെയിന്റ് ചെയ്ത് അതിനകത്ത് വാർണിഷ് അടിച്ചപ്പോൾ അത് ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിപ്പോയി. ശരിക്കും ഉണങ്ങാത്തോണ്ടേ നെക്സ്റ്റ് ഡേ ക്ലാസ് ഉള്ളത് കാരണം അപ്പൊ തന്നെ യൂസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു പ്രോബ്ലം ഇതിന് പറ്റിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ ഇട്ടിട്ട് അതൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് റീപെയിന്റ് ചെയ്ത് നല്ലതായിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെക്കണം. നമുക്ക് റെഡ് വേണം ഒന്ന് നോക്കാം. റെഡിന്റെ ലിഡ്, ഇതിന്റെ ബോക്സുകളും അതിന്റെ അടപ്പും ഒന്നും ആവശ്യമല്ലാത്തതല്ല. കാരണം ഇതിൽ നിന്നെല്ലാം കുട്ടികൾ പഠിക്കും. ഈ ബോക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു ഗ്രൂവ് ഉണ്ട് ഇതിനകത്ത്. അതായത് കറക്റ്റ് ഈ ബോക്സിന് ഈ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഇതിനകത്തേക്ക് ഇരിക്കുന്ന രീതിയിൽ, അല്ലാതെ നമ്മുടെ സാധാരണ പാത്രങ്ങൾ പോലെ നമുക്ക് തുറക്കാനായിട്ട് വേറൊരാളുടെ സഹായം ഇങ്ങനെ വലിച്ചു തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഈസി, അവർ 2 കൈ യൂസ് ചെയ്തിട്ടായിരിക്കും ഓരോ ബോക്സ് ആയിട്ട് അവർ എടുത്തുകൊണ്ട് വരുന്നത്. അവർ തന്നെയാണ് മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നത്. എടുത്തുകൊണ്ട് വന്ന് മാച്ചിൽ വെക്കുന്നു, അവർ പതുക്കെ അത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഓരോ സിലിണ്ടേഴ്സ് ആയിട്ട് അവർ എടുത്തു വെക്കും. അതിനെ അറേഞ്ച് ചെയ്യും. ക്രോമാറ്റിക് സെൻസ്, അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, പിന്നെ ആ ഒരു അറേഞ്ചിങ് കപ്പാസിറ്റി, അവർക്ക് ആ സൈസ് ഡിഫറൻസ്, വെയിറ്റിന്റെ ഡിഫറൻസ്. ആസ് ആൻ അഡൽട്ട് നമുക്ക് ഭയങ്കര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യില്ലായിരിക്കും, പക്ഷെ അവർക്ക് കയ്യിലെടുക്കുമ്പോൾ വെയിറ്റ് ഡിഫറൻസ് നല്ലപോലെ അറിയാനായിട്ട് പറ്റും. ഇതിങ്ങനെ വെച്ചപ്പോ ഇതിന്റെ ഒരു ഫീച്ചർ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സെയിം ഹൈറ്റ് അല്ലേ? നമ്മൾ നേരത്തെ നോബ്ഡ് സിലിണ്ടർ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് നോബ്ലെസ് സിലിണ്ടർ ആണ് കേട്ടോ. നോബ്ഡ് സിലിണ്ടർ പറഞ്ഞ പോലെ തന്നെയാണ് നോബ്ലെസ് സിലിണ്ടറിനും അതിന്റെ സെയിം ഫീച്ചേഴ്സ് തന്നെ വരും. ഇവിടെ എന്താ, ഹൈറ്റ് സെയിം അല്ലേ? ഹൈറ്റ് എല്ലാത്തിനും സെയിം അല്ലേ? ഹൈറ്റ് സെയിം, പക്ഷെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യുന്നു. വിഡ്ത്തും ചേഞ്ച് ചെയ്യുന്നു, ഹൈറ്റ് സെയിം. ഓക്കെ, നമുക്കിതിപ്പോ 10 പീസാണ്. നമ്മുടെ ഒരു റെഡ് മിസ്സായി പോയി. ചെറിയൊരു ഇതിന്റെ രണ്ടിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു സിലിണ്ടർ. അതെങ്ങനെ മിസ്സായി? ഇനിയിപ്പോ അത് എന്തെങ്കിലും ക്ലേയോ അല്ലെങ്കിൽ വുഡ് കൊണ്ട് തന്നെ ഒന്ന് ആ ഒരു മെഷർമെന്റിൽ തന്നെ ഒന്ന് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു മിസ്സിംഗ് ഉണ്ട്. ഇതവര് പ്ലേസ് ചെയ്യും. വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുമ്പോൾ അതിനനുസരിച്ച് അവർ ചേഞ്ച് ചെയ്തോളൂ. ഹൈറ്റ് റിമൈൻസ് സെയിം. ഇനി ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ. ഇതായിരുന്നു വലുത്, വിട്ട് കൂടിയത് ഇതായിരുന്നു. അപ്പൊ ക്രോമാറ്റിക് സെൻസ്, അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, കളർ അവരെ കണക്ട് ചെയ്യും സറൗണ്ടിങ്സുമായിട്ട്. അതിനുശേഷം ആ അറേഞ്ചിങ് കപ്പാസിറ്റി അത്. ഇനി ഇത് കുട്ടികൾ ഇത് ഓരോ കളറായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് പിന്നീട് അവരത് കോമ്പിനേഷൻ ചെയ്യാനായിട്ട് തുടങ്ങും. ജസ്റ്റ് ലൈക്ക് ഇതുപോലെ ഒരേ വിട്ടി വരുന്നത് ടോപ്പ് യെല്ലോ വെച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
ആ റെഡിന്റെ അതേ വിട്ടിലാണ് യെല്ലോയുടെ കളർ, യെല്ലോയും പോകുന്നത്. പക്ഷെ ഹൈറ്റ് ഡിഫറൻസ് കണ്ടോ? കോമ്പിനേഷൻസും അവർ അത് ആദ്യം കൊടുക്കില്ല കേട്ടോ. നമ്മൾ ഓരോ കളറും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയാണ് അവർ കോമ്പിനേഷൻസ് ചെയ്യുന്നത്. അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി വർക്ക്ഔട്ട് ആവുന്നതാണ് നമുക്ക് കാണും. ഈ ഒരു അളവിൽ വരുന്നതാണ് നമ്മുടെ റെഡ് മിസ്സായത്. സോ ഹൈറ്റ് ഡിഫറൻസ് കണ്ടോ, കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പൊ യെല്ലോയുടെ ഫീച്ചർ എന്താ? diameter same, height decreases. എന്ത് സെയിം ആണ്? യെല്ലോയുടെ കാര്യം ഞാൻ ചോദിച്ചത്. യെല്ലോ സിലിണ്ടർ ഹൈറ്റ് കൂടിയപ്പോ വിട്ടും മാക്സിമം ആയിരുന്നു അല്ലേ? സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹൈറ്റ് കൂടുമ്പോ വിട്ടും കൂടുന്നു, ഹൈറ്റ് കുറഞ്ഞപ്പോ വിട്ടും കുറഞ്ഞു അല്ലെ? ഇപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് യെല്ലോ സിലിണ്ടേഴ്സ് പോയത്. റെഡിന്റെ ഫീച്ചർ എന്തായിരുന്നു? സെയിം ഹൈറ്റ് ബട്ട് വിത്ത് ചേഞ്ചസ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കൊണ്ടും കഴിയില്ല എന്ന് തോന്നുന്നു. നെക്സ്റ്റ് ബ്ലൂ സിലിണ്ടേഴ്സ് ആണ്. ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം എടുത്ത് കാണിക്കാം. സെയിം വിത്ത് ബട്ട് ഹൈറ്റ് ഡിഫറൻസ് അല്ലേ? ഇവിടെ എന്താ പോ ഇതിന്റെ ഫീച്ചർ എന്താ? Width same, height increases. യെസ്, വിത്ത് സെയിം ഹൈറ്റ് ചേഞ്ചസ്. റെഡ് ആയിരുന്നപ്പോ ഹൈറ്റ് സെയിം വിത്ത് ചേഞ്ചസ്. ബ്ലൂ വന്നപ്പോ വിത്ത് സെയിം ബട്ട് ഹൈറ്റ് ചേഞ്ചസ്. നെക്സ്റ്റ് ഗ്രീൻ ആണ്. ഗ്രീൻ എങ്ങനെയായിരിക്കും? Height decrease. വിട്ട് ഡിക്രീസ് അല്ലേ മാം? ഏറ്റവും കൂടുതൽ വിട്ടുള്ളതിന് ഹൈറ്റ് കുറവ് അല്ലേ? സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും. ക്ലിയർ ആയല്ലോ അല്ലെ? എല്ലാ ബോക്സിലും 10 സിലിണ്ടേഴ്സ് വെച്ചുണ്ട്. തിരിച്ച് നല്ല രീതിയിൽ തന്നെ അവർ അതിനകത്ത് ഈ ഒരു കണ്ടെയ്നറിനകത്ത് വെക്കും. ആ എടുക്കുന്നതിലൊക്കെ ആ ഒരു ഇതുണ്ട്. ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യണം, അവരുടെ ഈ ഒരു ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യും. അതെന്തിനാ? തമ്പും ഇൻഡെക്സ് ഫൈൻ മോട്ടോർ സ്കിൽസ്. ഈ 3 ഫിംഗേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ആക്ടിവിറ്റിയാ കൂടുതൽ ചെയ്യുന്നത്? റൈറ്റിംഗിലേക്ക് അവർ പോകുന്നതിന് മുമ്പുള്ള പ്രീ റൈറ്റിംഗ് എക്സസൈസ് തന്നെയാണ് നമ്മൾ ഈ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് മാറ്റ് റോൾ ചെയ്യുന്നതും 2 ഫിംഗേഴ്സ് വെച്ചിട്ട് മാറ്റ് ചെയ്യും കേട്ടോ. 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ റൈറ്റിംഗ് സ്കിൽസ് എഴുതാൻ തുടങ്ങുമ്പോഴേക്കും അവർക്ക് ആ കൈവേദന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവരുടെ ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഞാൻ 12 o'clock വരെ ക്ലാസ് എടുക്കുള്ളൂ. കാരണം 12:30 എനിക്ക് ക്ലാസ്സിന്റെ വീട്ടിലേക്ക് എത്തണം. അതുകൊണ്ടാണ്. നമുക്കിപ്പം ഇനിയും ചെയ്യാനുണ്ട്. സാറില്ല, നിങ്ങൾ അതിനോർത്ത് ബോധർ ചെയ്യണ്ട. ഇതുപോലെ ഫ്രീ ടൈമില് ഞാൻ വരൂ കേട്ടോ. സോ നമുക്ക് നോബ്ഡ് സിലിണ്ടറും നോബ്ലെസ് സിലിണ്ടറും ആയിരുന്നു. കുട്ടികൾ ഇതിന്റെ കോമ്പിനേഷൻസും ചെയ്യും. ഈ നോബ്ഡ് സിലിണ്ടറും നോബ്ലെസ് ഇത് വെച്ചിട്ട് കോമ്പിനേഷൻസ് ചെയ്യും. 1 second. ജസ്റ്റ് ഒരു കോമ്പിനേഷൻ ഒന്ന് കാണിച്ചു തരാം. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പോ മനസ്സിൽ വന്നത് ഞാൻ ചെയ്യും. ചെറിയൊരു ഡിഫറൻസ് മെഷർമെന്റിൽ കാണുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ശരിക്കും ഈ ഒരു ബ്ലൂവിന്റെ അതേ വിട്ട് തന്നെ നമുക്കിത് വരണം. നോബ്ലെസ്സും നോബ്ഡും ഒരേ ഫീച്ചേഴ്സിൽ തന്നെ പോകുന്നതാണ്. നമുക്ക് ആ 10 പീസസ് ഉണ്ടെങ്കിൽ ഇതിലൊരു ചെറിയ മെഷർമെന്റ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതാ മാനുഫാക്ചറിംഗിലെ പ്രശ്നം. ശരിക്കും ഒരേപോലെ വരണം. അപ്പൊ നമുക്ക് കറക്റ്റ് ആ കോമ്പിനേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾ ഇഷ്ടമുള്ള പോലെ ചെയ്യൂട്ടോ. ഞാനിപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം അങ്ങ് ചെയ്തു വെച്ചു എന്നേ ഉള്ളൂ. അത് അവര് ഇങ്ങനെ പല ഷേപ്പിലേക്ക്, ഇപ്പൊ സ്ട്രെയിറ്റ് ആകാതെ ഇങ്ങനെ ട്രെയിൻ പോലെ വെക്കും, ഇങ്ങനെ വളച്ചു വെക്കും, അങ്ങനെയൊക്കെ ഓരോ രീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്കും. നമുക്ക് 5 പീസ് ചെയ്തുള്ളൂ, ഇത്രേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. എങ്ങനെ കോമ്പിനേഷൻസ് അവര് രണ്ടും യൂസ് ചെയ്തിട്ട് കോമ്പിനേഷൻസും ചെയ്യും.
ക്ലിയർ ആയല്ലോ? നോബ്ഡ്, നോബ്ലസ്, സിലിണ്ടർ, അതിൽ നിന്നും അവർ ലേൺ ചെയ്യുന്ന അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസസ് ഒക്കെ മനസ്സിലായല്ലോ? ഓക്കെ, ഫൈൻ. ഞാനൊന്ന് റൈറ്റിംഗ് സ്കില്ലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊന്ന് പ്രീ റൈറ്റിംഗ് ബോർഡും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻസ് ഞാൻ പ്രാക്ടിക്കൽ സെഷൻ എടുക്കുമ്പോഴാണ് പറഞ്ഞത്. അപ്പൊ 12കാർക്ക് അറിയില്ലായിരിക്കും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 3 ടൈപ്പ് ബോർഡേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഉള്ള രീതിയിൽ വരുന്നത് കാണാമോ? ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു ഗ്രൂപ്പ്സിന്റെ ഇത് വരും, ആ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ ഒന്നുണ്ടായിരുന്നത് അതിന്റെ ഒരു സർക്കുലർ ടൈപ്പ്. ഇങ്ങനെയാകുമ്പോ കുറച്ചുകൂടെ കാണാൻ തോന്നും. കാണാമോ? ക്ലിയർ ആയോ? അതിന്റെ ആ ഒരു ഗ്രൂവ് മനസ്സിലാക്കാൻ. നമ്മുടെ കൊതുക് തിരിയൊക്കെ പോലെ ഇരിക്കില്ലേ, അങ്ങനത്തെ. അത് കേർവ്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വന്നു. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നു. പിന്നെയുള്ളത് ഇതിനകത്തില്ല. പിന്നെ ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു, അതായത് കേർവും സ്ട്രെയിറ്റ് ലൈനും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ. അങ്ങനെ 3 ബോർഡ് മാത്രമേ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വർഷം കഴിയുന്തോറും, ഈവൻ മറിയ മോണ്ടിസോറി 19th സെഞ്ചുറിയിലാണ് ഇത് ഡിസൈൻ ചെയ്തത് എങ്കിലും ഓരോ വർഷം കഴിയുന്നതും ഇതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എല്ലാം സെയിം തന്നെ, അതിൽ നിന്നൊന്നും ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടില്ല. പക്ഷെ കൂടുതൽ ഷേപ്സ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ട്രയാങ്കുലർ പോലത്തെ, പിന്നെ ഒരു വീടിന്റെ പോലത്തെ ഷേപ്പ്, അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്തു. അത് മാത്രല്ല, ഇത് പെയേഴ്സിൽ കൊടുക്കാൻ തുടങ്ങി, 2 പീസ് ഒരുമിച്ച്. ഇത് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റൈലസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഗ്രൂവിലൂടെ എഴുതാൻ എളുപ്പത്തിന്. ഫസ്റ്റ് തന്നെ നമ്മൾ പെൻസിലും പേനയൊന്നും കൊടുക്കില്ല. ഇത് കൊടുത്ത് പ്രീ റൈറ്റിംഗ് ബോർഡാണ്. അവരുടെ ആ റൈറ്റിംഗ് കപ്പാസിറ്റി അത് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിങ്ങനെ കൊടുത്ത് ചെയ്യും. കേർവ് വരുമ്പോൾ ആ ഒരു രീതിയിൽ കേർവ്. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇത്തിരി ബ്ലണ്ട് ആയിട്ടുള്ള പെൻസിലോ, അങ്ങനെ ഷാർപ്പൻ ചെയ്യാത്ത, അതായത് പാട് വീഴാത്ത രീതിയിലുള്ള പെൻസിലോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു സ്റ്റൈലസും കൂടെ നമ്മൾ സംഘടിപ്പിക്കുവാണെങ്കിൽ കുട്ടിയുടെ 2 കൈയിലും കൊടുക്കാം. ഇത് 2 കൈ കൊണ്ട് ഒരുമിച്ച് ചെയ്യും. ഒരു ബ്രെയിൻ എക്സസൈസാ. നമുക്ക് എല്ലാ ആളുകളും ഒരുപക്ഷെ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കാം, ചിലപ്പോൾ റൈറ്റ് ഹാൻഡ് ആയിരിക്കാം കൂടുതൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത് 2 കൈയിലും കൊടുക്കുമ്പം അവര് ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി 2 കൈ കൊണ്ട് ഒരേ സമയത്ത് 2 കൈ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ടഫാണല്ലേ. പക്ഷെ ആ ഒരു പ്രാക്ടീസ് കൊടുക്കുമ്പോൾ അവരുടെ നല്ലൊരു ബ്രെയിൻ എക്സസൈസ് ആണ്, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മേ ബി അതുകൊണ്ടായിരിക്കാം അവർക്ക് പെയേഴ്സ് ആയിട്ട് കൊടുത്തത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ളത് വീഡിയോസിലെല്ലാം 2ഉം കൊടുത്ത് അവർക്കൊരു ബ്രെയിൻ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ചെയ്യിക്കുന്നുണ്ട്. ഇതാണ് പ്രീ റൈറ്റിംഗ് ബോർഡിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഞാൻ റൈറ്റിംഗിലെ അത് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ആകുമ്പോൾ എനിക്ക് 11ന്റെ ക്ലാസ് കംപ്ലീറ്റ് ആവും. പിന്നെ 12ന് മാത്രം ക്ലാസ് തന്നാൽ മതിയെന്നു. നമുക്ക് കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് 5 ബോക്സസ് ഉണ്ട്. ട്രയാങ്കിൾസ് അറിയാലോ. 5 ബോക്സസിൽ നമുക്കൊരു ട്രയാങ്കുലർ ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ 2 ഹെക്സഗണൽ ബോക്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം ലാർജ് ഹെക്സഗണൽ ബോക്സും മറ്റേത് സ്മോൾ ഹെക്സഗണൽ ബോക്സും. അതുപോലെ തന്നെ റെക്ടാങ്കുലർ ബോക്സ് ഉണ്ട്. 2 ബോക്സസ് ആണ്. ഇതിലെല്ലാത്തിലും നമുക്ക് ട്രയാങ്കിൾസ് ആണ് കേട്ടോ. ലാർജ് റെക്ടാങ്കുലർ ബോക്സും സ്മോൾ റെക്ടാങ്കുലർ ബോക്സും ആ ഒരു രീതിയിലാണ്. ഇത് വെച്ച് കുട്ടികൾ പല ഷേപ്സ് ക്രിയേറ്റ് ചെയ്യും. ഞാനിപ്പോ ഒരു റെക്ടാങ്കുലർ ബോക്സ് എടുത്തിരിക്കുകയാണ്. ഈസി ആയിട്ട് അവർക്ക് തുറക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൂവ് ആണ് കേട്ടോ. അതിങ്ങനെ നേരെ അതിനകത്തേക്ക് ക്ലോസ് ചെയ്ത് വെക്കാം, ഈസി ആയിട്ട് തുറക്കാനായിട്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ട്രയാങ്കിൾസ് കാണാം. ഈ ട്രയാങ്കിൾസില് ബ്ലാക്ക് ലൈൻസ് നിങ്ങൾക്ക് വിസിബിൾ ആണോ? കാണാലോ. ഈ ബ്ലാക്ക് ലൈൻസ് ആണ് നമ്മുടെ ഗേറ്റ് ലൈൻസ്. നമ്മുടെ ഗേറ്റ് ലൈൻസ് ആണ് ഈ ബ്ലാക്ക് ലൈൻസ്. അപ്പൊ നമുക്ക് കുറേ ഡിഫറെന്റ് ട്രയാങ്കിൾസ് ഇതിൽ കിടക്കുന്നുണ്ടാവും. കണ്ടോ? ഈ ട്രയാങ്കിൾസ് എല്ലാത്തിലും നമുക്ക് ബ്ലാക്ക് ലൈൻസ് കാണാം. ചില ട്രയാങ്കിളിൽ 2 സൈഡിൽ കാണും, ചിലപ്പോൾ ഒരു സൈഡിലായിരിക്കും കാണുന്നത്. ഈ
മിക്സ് ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ട്രയാങ്കിളിലെ ബ്ലാക്ക് ലൈൻസ് കാണാലോ, ഈ ട്രയാങ്കിളിലെ ബ്ലാക്ക് ലൈൻസ് ആണ്. ഈ രണ്ട് ട്രയാങ്കിളും കൂടെ ജോയിൻ ചെയ്ത് നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കാൻ പോകും. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിൾ തമ്മിൽ ടച്ച് ചെയ്യുന്നത് ഈ ബ്ലാക്ക് ലൈൻസ് ആയിരിക്കണം ടച്ച് ചെയ്യുന്നത്. ഇതെന്ത് ഷേപ്പായി? കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? വെച്ച് കാണിച്ചു തരാം. റോംബസ്. റോംബസ്. യെസ്, റോംബസ് ആയി അല്ലേ? ബ്ലാക്ക് ലൈൻസ് ഗ്രേ ആയതുകൊണ്ട് കാണാൻ ഇച്ചിരി വിഷമായിരിക്കും. ഇവിടെ ഒരു ബ്ലാക്ക് ലൈൻസ് ഉണ്ട്, ഇവിടെ ഒരു ബ്ലാക്ക് ലൈൻസ് ഉണ്ട്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ യൂസ് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് ലൈൻസ് രണ്ടും കൂടെ ടച്ച് ആയി. എന്ത് ഷേപ്പായി? ഷേപ്പാന്ന് മനസ്സിലാവുന്നില്ലേ? റെക്ടാങ്കിൾ. അങ്ങനെ കുട്ടികൾ ട്രപ്പിസോയിഡ്, പാരലോഗ്രാം, റെക്ടാങ്കിൾ, റോംബസ്, സ്ക്വയർ, അങ്ങനെ പല ഷേപ്സും അവർ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതാണ് ഈ ഓരോ ബോക്സിന്റെ കാര്യം. അപ്പോ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. എല്ലോടെ ഈ സൈഡിൽ ബ്ലാക്ക് ഗൈഡ് ലൈൻ ഉണ്ട്, ഇവിടെയും ബ്ലാക്ക് ഗൈഡ് ലൈൻ ഉണ്ട്. ഇതോ പാരലോഗ്രാം. അങ്ങനെ അവർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അറ്റ് എ ടൈം ഒരു ബോക്സ് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ അവര് കൺഫ്യൂസ്ഡ് ആയിട്ട് ബോക്സ് നമ്പർ 1, ബോക്സ് നമ്പർ 2 എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് ചെയ്യുമ്പോൾ. ജസ്റ്റ് ഞാനൊന്ന് ഹെക്സഗൺ ടൈപ്പ് ഒന്ന് നോക്കാം. സൈഡ് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചേക്കുവാണേ, അല്ലെങ്കിൽ ഇതിന് ലൂസ് ആയി പോവാതിരിക്കും. ഹെക്സഗൺ ടൈപ്പ് ആണ്. ഇതില് നമുക്ക് ഈ ബോക്സിന്റെ ഷേപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആ രീതിയിലെ മെറ്റീരിയൽസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. എഗെയിൻ നമുക്ക് പാരലോഗ്രാം ആണല്ലേ, ബ്ലാക്ക് ലൈൻസ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പാരലോഗ്രാം ഇങ്ങനൊരു ഷേപ്പ് അറിയാമോ? ഇങ്ങനെ ഷേപ്പ് ഉള്ളത് അറിയോ? എന്തായിരിക്കും? ഷെവറോൺ കേട്ടിട്ടുണ്ടോ? ഷെവറോൺ, CHEVERON. ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വൺ ടു ത്രീ 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഇവിടെ താഴെ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ഒരെണ്ണം കൂടെ വെക്കുമ്പോൾ നമുക്ക് ആ ബോക്സിന്റെ അതേ ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാട്ടോ എല്ലാ ട്രയാങ്കിളിലുള്ള എല്ലാ ബോക്സിനകത്തെ ഡിഫറെന്റ് ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ട് ആ ബോക്സിന്റെ തന്നെ ഷേപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഹെക്സഗൺ ഷേപ്പ് അത് പുറത്തെടുത്തും ചെയ്യാം, ബോക്സിൽ വെക്കുമ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് ആ ബോക്സിന്റെ ഒരു പ്രത്യേകത. ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ഇതും കൂടിയാണ് നമ്മുടെ 11ന് കാണിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കളർ ടാബ്ലറ്റ്സ് വന്നിട്ടില്ല, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ട്രയാങ്കുലർ ബോക്സിൽ ബ്ലാക്ക് ഗൈഡ് ലൈൻസ് നോക്കുക തമ്മില്. എന്ത് ഷേപ്പാ? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആ 3 സൈഡ്സും ഈക്വൽ ആയിട്ടിരിക്കുന്നു. സോ അപ്പൊ ഇതെന്തായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്? എല്ലാ സൈഡ്സും 4 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്, ഒരു ടിൽറ്റഡ് ഫോം ആണ് അല്ലെ സ്ക്വയറിന്റെ. സോ റോംബസ്.
ഇതിൽ രണ്ട് ലൈൻസ് ഗേറ്റ് ലൈൻസ് ഉണ്ട്, ബ്ലാക്ക് വരുന്നത്. പാരലോഗ്രാം. ഇത് വെക്കുമ്പോഴും നമുക്ക് ട്രയാങ്കിൾ ഷേപ്പ് കണ്ടോ, ഈ 3 ട്രയാങ്കിൾസ് യെല്ലോ വെച്ചപ്പോ ആ ബോക്സിന്റെ തന്നെ ഷേപ്പായി. പിന്നെ ഹെക്സഗണലിന്റെ ചെറുത്. നിങ്ങൾക്ക് 11കാർക്ക് 12-ന് ഇനി ഞാൻ സെഷൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ കയറി കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഷെയർ ചെയ്യാം കേട്ടോ. ചെറിയ ഹെക്സഗണിലെ ഇത് നമുക്ക് എങ്കിൽ പാരലോഗ്രാം. ഞാൻ ട്രപ്പിസോയിഡ് ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കുമായിരുന്നു, അത് കാണുന്നില്ല. ട്രപ്പിസോയിഡ് അറിയാലോ, നമ്മളുടെ പണ്ടത്തെ ട്രഡീഷണൽ ഓടൊക്കെ ഇട്ട വീടിന്റെ നെൽക്കൂര പോലെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ട്രപ്പിസോയിഡിന്റെ ഒരു ഷേപ്പ് ചെയ്യാം. അഗെയിൻ റോംബസ് ആയിട്ട്. ഓക്കെ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് ഉള്ളത് കൊണ്ടാണ് 12-ന് അഗെയിൻ ഒരു 1 more സെഷൻ ഉണ്ടാകും. ഇന്നിപ്പോ ഈ വീഡിയോ ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. റൂം മാറേണ്ട വന്നു. ലാസ്റ്റ് ക്ലാസ്സിലെ റൂം ആണെങ്കിൽ അങ്ങ് വേഗം നമുക്ക് ചെയ്താൽ മതിയായിരുന്നു. റൂം മാറേണ്ട, ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം. 12-ന് 11-ന്റെ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ വാങ്ങിച്ച മെറ്റീരിയൽസിന്റെ എല്ലാം ഡെമോ നിങ്ങൾ കഴിഞ്ഞു. 12-ന് ക്ലാസ് വെക്കണ ദിവസം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ഇന്നൊന്ന് ക്ലാസ്സിലോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലോ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. 12-ന്റെ സെഷൻ വെക്കുമ്പോൾ വെക്കാം. 12 29-ന് നേരിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ജോയിൻ ആകാൻ 11-ലുള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ കം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ ആൻഡ് താങ്ക് യു. Thank you, ma'am. യുവർ കോപ്പറേഷൻ ഓൾസോ. Thank you. Bye. Thank you, ma'am. താങ്ക് യു.